അങ്ങനെ നമ്മൾ സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ എന്താ നമുക്കിവിടെ പഠിക്കാനുള്ളത്? സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയാണ്. എന്താ സോഷ്യൽ സിസ്റ്റം? നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ സിസ്റ്റം എന്ന് പറയുന്നത് ബയോളജിയിലാണ് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രിയേറ്ററി സിസ്റ്റം. അതുപോലെ നമ്മുടെ സമൂഹവും എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു വ്യക്തി, നമ്മൾ എല്ലാവരും വ്യക്തികളാണ് അല്ലേ. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഈ കാണുന്ന ഒരുപാട് സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക്, ആശുപത്രി, കണ്ടോ, മുനിസിപ്പാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെന്ന വ്യക്തി രൂപീകരിക്കാനായിട്ട് നമ്മുടെ കുടുംബം, കൂട്ടുകാർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതും നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി ഒരു സോഷ്യോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം നമ്മൾ സോഷ്യൽ സിസ്റ്റത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സിസ്റ്റങ്ങളുമായിട്ട് ഇവിടെ ഒന്ന് ചെയ്തേക്കുകയാണ്, ഒന്ന് താരതമ്യം ചെയ്തേക്കുകയാണ്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക്കായിട്ട് പല പല ഭാഗങ്ങൾ അറേഞ്ച് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സർക്കുലേറ്ററി, റെസ്പിറേറ്ററി സിസ്റ്റംസ് ഒക്കെ പോലെ ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യനും എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഒരു ഓർഡറൊക്കെ ഒരു സമൂഹത്തിനുണ്ടാകാനും ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങളെപ്പോഴെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാക്കി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്, സോഷ്യൽ ഓർഗാനിസമാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി പാർട്സ് ഓരോന്നും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രോഗം വരും. അതുപോലെ നമ്മുടെ മനുഷ്യൻ ഈ പറഞ്ഞ സമൂഹത്തിൽ ജീവിച്ചു പോകാനും ഇത്തരത്തിൽ സിസ്റ്റംസ് വേണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മനുഷ്യന് ഈ പറയുന്ന മനുഷ്യൻ്റെ സോഷ്യൽ സിസ്റ്റത്തെ നമ്മൾ ഈ പറഞ്ഞ ബോഡിയുമായിട്ട് താരതമ്യം ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത് അല്ലേ. ഹി കമ്പയർഡ് ദ സൊസൈറ്റി ടു എ ലിവിങ് ഓർഗാനിസം അല്ലേ. ലിവിങ് ഓർഗാനിസം ജീവിക്കുന്നത് പോലെ അതിൻ്റെ ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ഒക്കെ ഉള്ളതുപോലെ ഒരു സൊസൈറ്റിയും നന്നായി പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യൻ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സോഷ്യൽ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസറാണ് സോഷ്യൽ ഓർഗാനിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ സോഷ്യൽ സിസ്റ്റത്തിനും സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡി ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പാർട്സ് പ്രവർത്തിക്കുന്നത് പോലെ ഒരു സൊസൈറ്റി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. എന്തൊക്കെ വരും? ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കോണമി, റിലീജിയൻ, ഗവൺമെൻറ്, അതുപോലെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പറഞ്ഞ് പരസ്പരം കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഒരു സൊസൈറ്റിയും നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്ന കാര്യം. അപ്പോൾ എന്താ നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്? സോഷ്യൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് എന്താണ് സോഷ്യൽ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തെ പോലെയാണ്. അതിൽ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും ഓർഡറും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. എന്താണ്? ദ സൊസൈറ്റി ഫങ്ഷൻസ് ലൈക്ക് എ ലിവിങ് ഓർഗാനിസം വിത്ത് ഇന്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ് ലൈക്ക് education, transport, communication, laws, etc. And they work coordinatingly for stability, growth and order. നമ്മുടെ ഹ്യൂമൻ അനലോഗിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്തിനാണ്? നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ എടുക്കാം. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൽ പ്രിൻസിപ്പൾ ഉണ്ട് അല്ലേ. പ്രിൻസിപ്പൾ കറക്റ്റ് അവരുടെ ജോലി ചെയ്യണം. ടീച്ചേഴ്സ് ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട്? PTA കൗൺസിലുണ്ട്, ലൈബ്രറി വരുന്നുണ്ട്, അസംബ്ലി, അതുപോലെ സ്പോർട്സ്, സയൻസ് ലാബ്, അതുപോലെ കിച്ചൺ, ഇതെല്ലാം കൂടെ വേണ്ടേ ഒരു സ്കൂൾ പ്രവർത്തിക്കാൻ? ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതെല്ലാം എന്താണ്? ഒരു സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇത് പരസ്പരം കോർഡിനേറ്റ് ചെയ്യണ്ടേ? ആലോചിച്ച് നോക്കിയേ. ക്ലാസ്സിൻ്റെ സമയത്താണ് ടീച്ചർ PTA മീറ്റിംഗ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിച്ചാൽ ക്ലാസ് അവിടെ നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിനൊരു സമയമുണ്ട്, ഇതിനൊരു കാര്യമുണ്ട്. എക്സാംസിന് മുമ്പായിട്ട് നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വയ്ക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം അല്ലേ. ക്ലാസ് സമയത്ത് നമുക്ക് സ്പോർട്സ് മീറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മീറ്റിന് പോകുമ്പോൾ പിള്ളേർ ക്ലാസ് ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ കുറേ പാർട്സും ഉണ്ട്. അതെല്ലാം പരസ്പരം എന്ത് ചെയ്യണം? ഒരുമിച്ച് ചെയ്യണം അല്ലേ. ഇഫ് ഫെയിൽ, ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ മൊത്തം സിസ്റ്റത്തിന് ഏത് എഫക്റ്റ് ചെയ്യും? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. വേരിയസ് പാർട്സ് ഉണ്ടായിരിക്കും, അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അവർ ഇൻ്റർ റിലേറ്റഡും കോംപ്ലിമെൻ്ററിയും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പല പല ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ.
അപ്പോൾ അതവിടെ പറയുന്നത് എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ സിസ്റ്റവും. എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കോണമി, നമ്മൾ ഈ പറഞ്ഞതെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അവർ പരസ്പരം വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ ഇന്ററാക്ഷൻസ് ഉണ്ട്, ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ, അപ്പോൾ ഇതാണ് നമ്മളെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഫെയിലിയറിന് കാരണമായിട്ട് മാറും. ഇവിടെ നോക്കിയേ, മിഥുൻ എന്ന് പറയുന്ന ഒരാൾ രാവിലെ എണീക്കുന്നു, അച്ഛനാണ് വിളിച്ചുണർത്തുന്നത്, ഒരു എംപ്ലോയിയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് പൊളിറ്റിക്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ബാങ്കിൽ പോകുന്നുണ്ട്, ഫെസ്റ്റിവലുകളും സെലിബ്രേഷനുകളിലും പങ്കെടുക്കുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് സോഷ്യൽ മീഡിയ വഴി കണക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസിലൂടെ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലെ ഫാമിലി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്രണ്ട്സ്, ബാങ്ക്, ഇത് ഓരോന്നുമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ സിസ്റ്റം? ഇറ്റ് ഈസ് ദ വൺ ദാറ്റ് ഇന്റർകണക്ട് വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ ഓർഡർ. ഇതിനെയാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുള്ളൂ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ഹെർബർട്ട് സ്പെൻസറിൻ്റെ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ്. മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെ സൊസൈറ്റിയിലെയും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഉണ്ടാകുന്നത്. ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അവർ ചേർന്നുള്ള ആ ഇന്റർ കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ സോഷ്യൽ സിസ്റ്റം ഇസ് ദ വൺ ദാറ്റ് ഇവരെല്ലാവരും ഇന്റർ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന സോഷ്യൽ സിസ്റ്റം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിനി പഠിക്കാനായിട്ട് പോകുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, 3 പോയിന്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കൺഫ്യൂഷനും വേണ്ട. ഒന്ന് ഹെർബർട്ട് സ്പെൻസറിന്റെ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. അടുത്ത സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലേ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ സാധനങ്ങളും, കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള ഓരോന്ന്, ഇത് പരസ്പരം ചേരുമ്പോൾ സോഷ്യൽ സിസ്റ്റം. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യതയാണ്, ഡൈവേഴ്സിറ്റിയാണ്. GS ഗുരെ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ distinctive blend of diversity and continuity. Its main feature is the caste system. The Indian social system is rich in regional, linguistic and religious plurality. It is a cultural characteristic that defines Indian society. നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ. മറ്റേത് രാജ്യത്തുള്ള ഒരു സൊസൈറ്റിയെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ USA എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ട് കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, അത്രയേ ഉള്ളൂ. യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്താണ്, അതൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലേ. ആൾക്കാർ ഓരോ സംസ്ഥാനത്ത് ഓരോ ടൈപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ വൈവിധ്യത, എന്നാൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നുള്ള നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു രീതി, ഇതാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? GS ഗുരെ ഡിസ്ക്രൈബ്ഡ് ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ആസ് എ ബ്ലെൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി primarily defined by the caste system amid having the regional, linguistic and religious plurality. അപ്പോൾ റീജിയണലും ലിംഗ്വിസ്റ്റിക്കും റിലീജിയസുമായിട്ടുള്ള വൈവിധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്, വൈവിധ്യതകളോടൊപ്പം തന്നെ കണ്ടിന്യൂറ്റിയും കൂടെ ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും? സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻറ്റു ഫിക്സഡ് ബർത്ത് ബേസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ജാതി, കാസ്റ്റ് സിസ്റ്റം. ഇതിനകത്തുണ്ടാകുന്ന ഹയറാർക്കി ബേസ്ഡ് ഓൺ ദ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കോൺസെപ്റ്റ്. ഇത് നമ്മൾ സത്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നമ്മൾ ഇന്നിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങും. അതിൻ്റെ ഒരു ഐഡിയ ആദ്യമേ തരുന്നതാണ്. ലാക്ക് ഓഫ് ഒക്കുപേഷണൽ ചോയ്സസ്, അതായത് ഇന്ന ജാതിയിലുള്ളവർ ഇന്നത് ചെയ്യണം എങ്കിൽ എനിക്കൊരു കാര്യം ചെയ്ത് ഇത് പറയുന്നതിന് മുമ്പ് ഇത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ഒന്നുകൂടെ, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യത നിറഞ്ഞ ഒരു നാടാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും ഈ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ട്. GS ഗുരെ എന്ന് പറയുന്ന വ്യക്തി
പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ബ്ലെൻഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. റീജിയണലും ലിംഗ്വിസ്റ്റിക്കും റിലീജിയസുമായിട്ടുള്ള വൈവിധ്യതകൾ നമുക്ക് ഉണ്ട്, എങ്കിലും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സോ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതാണ്. അതിന് ഹിസ്റ്ററിയും കൾച്ചറും റിലീജിയസുമായിട്ടുള്ള സ്വാധീനങ്ങൾ അതത് സമയങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പോപ്പുലേഷനാണ്, അതായത് പല ജാതികൾ, മതങ്ങൾ, ഭാഷകൾ, ട്രൈബുകൾ, കൾച്ചറുകളൊക്കെ നമ്മളിവിടെ തന്നെ വരുന്നുണ്ട്. ഈ പറയുന്ന വൈവിധ്യത തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഈ ഓരോ ചരിത്രത്തിനനുസരിച്ചും നമ്മുടെ സമൂഹത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ജാതി വ്യവസ്ഥ, അതായത് കാസ്റ്റ്, മറ്റൊന്ന് റിലീജിയൻ, മറ്റൊന്ന് ഭാഷ, പിന്നെ വരുന്നത് ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ്. ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ ഒന്നും കൂടെ, അപ്പോൾ നമ്മൾ എന്താ ഇതുവരെ പഠിച്ചത്? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ആദ്യം മനുഷ്യനെ ഒരു സോഷ്യൽ ഓർഗാനിസമായിട്ട് കണ്ടത് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ്. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞു, നമ്മുടെ ഒരു ജീവജാലത്തെ പോലെ സൊസൈറ്റിക്കും പല പല കമ്പോണൻറ്റുകളുണ്ട്. ആ കമ്പോണൻറ്റുകളെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പല ഓർഗൻസ് ഉള്ളതുപോലെ ഈ ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ആകുന്നത് പോലെ ഈ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ടാണ് സോഷ്യൽ സിസ്റ്റം ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ, ശരീരം ബാലൻസ് ആവുന്ന പോലെ ഈ പറഞ്ഞ സോഷ്യൽ സിസ്റ്റം ബാലൻസ് ചെയ്ത് പോകുമ്പോൾ സൊസൈറ്റിക്കും ബാലൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വൈവിധ്യതയാണ്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും വൈവിധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അവർ പരസ്പരം ഒരുമിച്ച് ചേർത്ത് പോകുന്നു. ഇനി നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം നമ്മൾ നോക്കിയാൽ അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ജാതി വ്യവസ്ഥ. പണ്ട് മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഉണ്ട്. ഈ ജാതി വ്യവസ്ഥ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനി പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കിക്കോ, പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇന്ത്യയുടെ സോഷ്യൽ ലൈഫിലും കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലിയ ഒന്ന് തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം ഈസ് എ വൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഇന്ത്യൻ സോഷ്യൽ ലൈഫ്. ഇത് വെറുതെ എന്താണ്, ഒരു സോഷ്യൽ ഹൈറാർക്കി മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ റിലീജിയസും കൾച്ചറൽ ട്രഡീഷൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞത് ആരാണ്? എം.എൻ. ശ്രീനിവാസ് ആണ്. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതൽ ഉണ്ടായിരുന്ന മതത്തിലൊന്ന് ഹിന്ദു മതമാണ്. അപ്പോൾ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനുഷ്യരെ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പല പല ജാതികളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യകാലങ്ങളിൽ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നത് തൊഴിലടിസ്ഥിതമായിട്ട് ആയിരുന്നു. അതായത് ദ ഇന്ത്യൻ സൊസൈറ്റി, ദ പീപ്പിൾ ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് സ്ട്രാറ്റ ബേസ്ഡ് ഓൺ ദിയർ കാസ്റ്റ്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ഡീപ്ലി ഇന്റർവോവൺ ഇൻ ദ ഹിന്ദു റിലീജിയൻ. കാസ്റ്റ് സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് വൺസ് ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ജാതിയും കിട്ടുന്നു. ഓക്കെ, അതായത് പേഴ്സൺ ഹൂ ഈസ് ബോൺ ഇൻ വൺ കാസ്റ്റ് കനോട്ട് മൂവ് ടു അനദർ കാസ്റ്റ്. അതെ, ജാതി നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. മതം മാറാം, പക്ഷേ ഒരു മതത്തിനകത്ത്, ഇപ്പോൾ ഹിന്ദു മതത്തിനകത്ത് ജാതി മാറാൻ നമുക്കൊരു വ്യവസ്ഥയും ഇന്ന് ഇല്ല. ജാതിക്കകത്ത് പല സബ് കാസ്റ്റുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ജോലിയുമായി സംബന്ധിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ദ സ്റ്റോറി ഓഫ് എ വില്ലേജിനകത്ത് പറയുകയാണ്. ബാലു എന്ന് പറയുന്ന ഒരാൾ ഒരു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർണ്ണ സിസ്റ്റം അനുസരിച്ച് ആൾക്കാർ പല പല ജാതികളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ജാതി? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇത് നാലിലും പെടാത്ത പഞ്ചമാസ് അല്ലെങ്കിൽ ഔട്ട് കാസ്റ്റ്. നോക്കിയേ, ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത് പ്രീസ്റ്റുമാരാണ്, പൂജ ചെയ്യുന്നവരാണ്. ക്ഷത്രിയേഴ്സ് എന്ന് പറയുന്നത് വാറിയേഴ്സ് അഥവാ യുദ്ധത്തിന് പോകുന്നവരാണ്. വൈശ്യർ എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ആണ്. അതുപോലെ ശൂദ്രാസ് എന്ന് പറയുന്നത് സർവീസ് കൊടുക്കുന്ന ആൾക്കാരുടെ ജാതി എന്നാണ് കരുതുന്നത്. ഇതിനല്ലാതെ, അതായത് ഈ പറഞ്ഞ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണത്തിൻ്റെയും സബോർഡിനേറ്റ് കാസ്റ്റാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ഇനി ഇതിലൊന്നിനും വരാത്തവരാണ് പഞ്ചമാസ് അല്ലെങ്കിൽ ഔട്ട് കാസ്റ്റ് എന്ന് പറയുന്ന അവർ ഗ്രാമത്തിൻ്റെ ദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവർക്കും ഒരു ഹെറിഡിറ്ററി ഒക്കുപ്പേഷൻ ഉണ്ട്. അതായത് ഇന്ന ജാതിയിൽപ്പെട്ട ആൾ ഇന്ന തൊഴിൽ ചെയ്യണം. ഈ തൊഴിൽ മാറാൻ അവർക്ക് അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. വേർ ദ കാസ്റ്റ് സിസ്റ്റം വാസ് സ്ട്രിക്ട്ലി പ്രാക്ടീസ്ഡ്. ദേ ഡിഡ് നോട്ട് ഹാവ് ദ ഫ്രീഡം ടു ചൂസ് അതർ ഒക്കുപ്പേഷൻ. അതുകൊണ്ട് ബാലു ഒരു ശൂദ്രനായതുകൊണ്ട് തന്നെ ആ ജോലി അയാൾ ചെയ്തു. അയാൾക്ക് ട്രേഡ്മാൻ ആകാൻ ഇഷ്ടമുണ്ടെങ്കിലും നടന്നില്ല. സ്ട്രിക്റ്റ് കാസ്റ്റ് റൂളുകളുണ്ട്. അവർക്ക് ഓരോ കസ്റ്റമറി പ്രാക്ടീസസ് ഉണ്ട്. അത് ജനറേഷൻ അനുസരിച്ച് മാറി മാറി പോകും.
അതായത് ഓരോ മതത്തിൽപ്പെട്ടവർ ഓരോ പൂജ കാര്യം കർമ്മമൊക്കെ ചെയ്യും. അത് അവർ എന്ത് ചെയ്യണം, ജനറേഷൻസ് അനുസരിച്ച് പോകണം. മറ്റ് ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചാൽ അവർ ജാതിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഈക്വാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ കാസ്റ്റുകാർക്ക് പബ്ലിക് റോഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന അമ്പലത്തിലേക്ക് എൻട്രി നിഷേധിക്കുക, അങ്ങനത്തെ ഒരുപാട് മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമായിരുന്നു ഇന്ത്യയിൽ. എന്നാൽ ഗ്രാജുവലി സമരങ്ങളിലൂടെ നമ്മൾ അതൊക്കെ എന്ത് ചെയ്തു, ഇന്ന് മാറ്റി എടുത്തു. അങ്ങനെയുള്ള ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ ഒന്ന് സോഷ്യൽ ഹയറാർക്കിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തെ പല 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 ലെയറുകളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എന്താണ്, കാസ്റ്റ്. അതിലാണ് വരുന്നത് ഏതൊക്കെയാണ്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഓരോരുത്തർക്കും അവരുടേതായ റോളും സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഹയർ കാസ്റ്റുകാർക്ക് ഒരുപാട് സോഷ്യൽ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. ലോവർ കാസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജോ അവകാശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ സോഷ്യൽ ഹയറാർക്കി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാരെ ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പൂർവികർ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയുടെ ജാതി അനുസരിച്ച് പല പല ഭാഗങ്ങളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം ബർത്ത് സമയത്ത് തന്നെ കിട്ടുന്നു, നമുക്കത് മാറാൻ അവകാശമില്ല. ആ കാസ്റ്റിലുള്ളവർ അത് തന്നെ ചെയ്യണം. ഹയർ കാസ്റ്റുകാർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ടായിരുന്നു, ലോവർ കാസ്റ്റുകാർക്ക് അത് ഇല്ലായിരുന്നു. അതായത് സൊസൈറ്റിയെ പല പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സോഷ്യൽ ഹയറാർക്കി. 2, ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഈ പറഞ്ഞ ഓരോരുത്തർക്കും അവരുടേതായ പാരമ്പര്യമായി കിട്ടുന്ന തൊഴിലുണ്ട്, അത് മാത്രമേ അവർ ചെയ്യാവൂ. ബ്രാഹ്മണരെല്ലാം പ്രീസ്റ്റ് ആവണം, ക്ഷത്രിയരെല്ലാം രാജ്യം പ്രൊട്ടക്ട് ചെയ്യണം, വൈശ്യരെല്ലാം ട്രേഡ് നടത്തണം, ശൂദ്രരെല്ലാം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഹയർ കാസ്റ്റുകാർക്കുള്ള സർവീസുകൾ ചെയ്ത് കൊടുക്കണം. ദേ ആർ നോട്ട് അലൗഡ് ടു ചൂസ് ദ ഒക്കുപ്പേഷൻ അതർ ദാൻ ദെയർ ഹെറിഡിറ്ററി വൺസ്. അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലേ നിങ്ങൾക്ക്? ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതാൻ പറ്റുന്നതല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സോഷ്യൽ മൊബിലിറ്റി ഇല്ലായിരുന്നു. എന്താ സോഷ്യൽ മൊബിലിറ്റി? നമുക്ക് ഇഷ്ടമുള്ള തൊഴിലിൽ നിന്ന് മാറ്റം നടത്തി നമ്മുടെ സ്റ്റാറ്റസ് മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അന്ന് സോഷ്യൽ മൊബിലിറ്റി ഇല്ല. അതായത് ശൂദ്രന്റെ മകൻ ശൂദ്രനായി തന്നെ ഇരിക്കണം. ഇനി സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. അതായത് ഓരോ ജാതിയിൽ പെടുന്ന ആൾക്കാരും സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഈ പറയുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും ചെയ്തിരുന്നു. അതായത് അവരവരുടെ മതത്തിൽ പറയുന്ന, മതമെന്ന് പറയാൻ പറ്റില്ല, അവരുടെ ജാതിയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർ പ്യൂരിറ്റി, ചെയ്തില്ലെങ്കിൽ അവർ പൊല്യൂഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ അവർ എന്തായിരിക്കും, മലിനമാകും, അവരെ ജാതിയിൽ നിന്ന് പുറത്താക്കും. സോ ദ റിസൾട്ടഡ് ഇൻ ദ സ്ട്രിക്റ്റ് മെയിൻ്റനൻസ് ഓഫ് ദ കാസ്റ്റ് ഡിഫറൻസ്. അതുകൊണ്ട് അവർ ജാതി വ്യവസ്ഥ കട്ടയ്ക്ക് കൂടെ പിടിച്ചു. അല്ലെങ്കിൽ അന്ന് അവരെ എന്നുവെച്ചാൽ അന്നത്തെ മനുഷ്യന്മാരത് നല്ല കാര്യമൊന്നും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ കോമഡി. കഷ്ടപ്പെടുന്ന പാവങ്ങളാണല്ലോ. സോ ദോസ് കൺസിഡർഡ് ലോവർ കാസ്റ്റ് വെയർ ഓഫൻ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സോഷ്യൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഹയർ ക്ലാസ്. അല്ലേ, അതായത് അവരെന്താണ് ഈ പറഞ്ഞ ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് വരാൻ പാടില്ല. അൺടച്ചബിലിറ്റി എന്ന ഈവിൽ പ്രാക്ടീസ് അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറി, എന്ത് പറ്റി, ഈ പറഞ്ഞ രീതികളൊക്കെ മാറി. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955 അനുസരിച്ച് ഈ പറയുന്ന അൺടച്ചബിലിറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ട് ഉണ്ട്. അടുത്ത് വരുന്നതാണ് റെസ്ട്രിക്ഷൻ ഇൻ മാരേജ്. അതായത് ജാതിയിൽപ്പെട്ടവർക്ക് അതേ ജാതിയെ കെട്ടാവൂ. അതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. മറ്റൊരു ജാതിയിൽ നിന്ന് കെട്ടിയാൽ നമ്മൾ എക്സോഗമി എന്ന് പറയും. അന്ന് എക്സോഗമി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. സോ ദ കാസ്റ്റ് സിസ്റ്റം പ്രൊമോട്ടഡ് എൻഡോഗമി മാരേജ് വിത്ത് വൺസ് കാസ്റ്റ്. ഇറ്റ് എക്സ്പെൽഡ് ദോസ് ഹു വെയർ എൻഗേജ്ഡ് ഇൻ എക്സോഗമി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ജാതി ബൗണ്ടറി ഉണ്ടായിരിക്കും അല്ലേ, അതിനപ്പുറം ഒരു കാര്യം നടക്കത്തില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ ഇന്റർ കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു കോമൺ കാര്യമാണ് അല്ലേ, മനുഷ്യനായിട്ട് നമ്മൾ കാണണം. ഇനി ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ, 5ാമത്തെ ഫീച്ചർ. എന്താണ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ തുല്യതയില്ല. ഒരു സോഷ്യലി ഇൻഇക്വാലിറ്റി ഉള്ള സൊസൈറ്റി ആയിരുന്നു. അതായത് ലോവർ കാസ്റ്റിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടായിരുന്നില്ല, ലാൻഡും റിസോഴ്സും അവർക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനുള്ള അവകാശമില്ലായിരുന്നില്ല, അവരെന്നും ദരിദ്രരായി തന്നെ തുടർന്നിരുന്നു. ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, അൺക്വസ്റ്റ്യനബിൾ ആയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് നടന്നിരുന്നത്. അതായത് അന്ന് ആരും ചോദ്യം ചെയ്തിരുന്നില്ല. ഓക്കെ, ഇറ്റ് ബിക്കം ആൻ ഒബ്സ്റ്റക്കിൾ ഫോർ ദ ഡിസേർവിംഗ് ഇൻഡിവിജ്വൽസ്. അല്ലെ, കഴിവുള്ളവന് അവൻ്റെ കഴിവ് ഉപയോഗിച്ച് മുകളിലോട്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു. സോ സർട്ടൻ സെക്ഷൻസ് റിസീവ്ഡ് മോർ കൺസിഡറേഷൻ വൈൽ ദ അതേഴ്സ് വെയർ മാർജിനലൈസ്ഡ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പല പല സമരങ്ങൾ, ഉദാഹരണത്തിന് കല്ലുമാല സമരം, മൂക്കുത്തി സമരം, പന്തി ഭോജനം, ചാന്നാലഹല പോലെയുള്ളവർ നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഇത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നേരെ പിടിച്ച് അകത്തിടും. ഓക്കെ, അപ്പോൾ ഇനി ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചേ.
അപ്പോൾ നമ്മുടെ ഗുരേ പറഞ്ഞതനുസരിച്ചുള്ള ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം കാസ്റ്റ് ബേസ്ഡ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റിയെ ബർത്ത് അനുസരിച്ച് പല പല സെഗ്മെന്റുകളായി ഡിവൈഡ് ചെയ്തു. അതാണ് ഹൈറാർക്കി അല്ലെ. പ്യൂരിറ്റി പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പല പല ജാതിയിൽ വച്ചിരുന്നു. ഒക്കുപേഷണൽ ചോയ്സ് ഇല്ലായിരുന്നു, റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും. അതുപോലെ സിവിൽ റൈറ്റ്സുകളും അവർക്ക് ഡിനൈ ചെയ്തിരുന്നു. ഓക്കെ. ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ, ഇന്ത്യയിൽ ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഇന്ന് മാറി എവല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. നമ്മളതിൽ ഇന്ന് പഠിച്ചത് ഏതാണ്? കാസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിരുന്നു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പല പല സ്ട്രാറ്റയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹിന്ദു റിലീജിയനിലാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. കാരണം അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദു റിലീജിയൻ ആയതുകൊണ്ട്. ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജന്മന സമയത്ത് തന്നെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഒരാൾ ഒരു ജാതിയിലായാൽ മറ്റൊരു ജാതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരം അന്നും ഇന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മതം മാറാൻ, ജാതി മാറാനൊരു ഓപ്ഷൻ ഉള്ളത് എനിക്കറിയില്ല. ഓക്കെ. ഓരോ ജാതിക്കുള്ളിലും സബ് കാസ്റ്റുകളും ഉണ്ടായിരുന്നു. ഓക്കെ. ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്തൊക്കെയായിരുന്നു? സോഷ്യൽ ഹൈറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ, റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്, ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. സോഷ്യൽ ഹൈറാർക്കിൽ എന്താ പറയുന്നത്? സൊസൈറ്റി, ഞാൻ ചുരുക്കി തന്നിട്ടെ, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു റാങ്ക് ഓർ ലെയേഴ്സ്. ബ്രാഹ്മിൻസ് ഹയസ്റ്റ്, ശൂദ്രാസ് ലോവസ്റ്റ്. പിന്നെ ഔട്ട് കാസ്റ്റുകളും ഉണ്ട്. ഹയർ കാസ്റ്റുകാർക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു, ലോവർ കാസ്റ്റുകാർക്ക് സ്റ്റാറ്റസും റൈറ്റ്സും ഇല്ലായിരുന്നു. 2. ഡിവിഷൻ ഓഫ് ലേബേഴ്സ്, അതായത് ഹെറിഡിറ്ററി ഓക്കുപ്പേഷൻസ് ഓരോ ജാതികളിലും ഫിക്സഡ് ആയിരുന്നു. ബ്രാഹ്മണർ ഇന്ന ജോലി ചെയ്യണം, ക്ഷത്രിയർ ഇന്ന ജോലി ചെയ്യണം, വൈശ്യർ ഇന്നത് ചെയ്യണം, ശൂദ്രർ ഇന്ന ചെയ്യണം എന്ന് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നോ ചോയ്സ് ഇൻ ജോബ്സ്, പ്രിവെന്റിങ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ തൊഴിൽ മാറാൻ അവസരം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നു. അതായത് ദ നോംസ് എൻഫോഴ്സ്ഡ് പ്യൂരിറ്റി, പൊല്യൂഷൻ ഐഡിയാസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. അതായത് മറ്റുള്ളവരായിട്ട് ഇപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ആയി എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ നമ്മൾ നോർമലി അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കത്തില്ലേ? അങ്ങനെ ഈ പറഞ്ഞ പ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആൾക്കാർക്കിടയിൽ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ചിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ലോവർ കാസ്റ്റുകാരെ ടച്ച് ചെയ്യാൻ പാടില്ല, മീൽസ് ഷെയർ ചെയ്യാൻ പാടില്ല. അവർ തൊട്ട് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളതാണ്, എങ്ങനെ ഈ പറഞ്ഞ ലോവർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഉന്നത ജാതിപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ആൾക്കാരുടെ സ്ത്രീകളായിട്ട് കാണുകയോ തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വീട്ടിൽ കയറ്റത്തില്ല. ഇവർ കൂടെ പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു. ഓക്കെ. ഇനി അടുത്ത് വരുന്നതാണ് എന്താ? ഇത് നമ്മൾ എന്ത് ചെയ്തു? 1955 ലോ അനുസരിച്ച് മാറ്റിയിട്ട് ഉണ്ട്. മാരേജ് റൂൾസ് അല്ലേ, എൻഡോഗമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സെയിം കാസ്റ്റിലുള്ള മാരേജ്. എക്സോഗമി എന്ന് പറയുന്നത് പണിഷബിൾ ആയിരുന്നു. ഇൻഇക്വാലിറ്റി, ലോവർ കാസ്റ്റുകാർക്ക് വിദ്യാഭ്യാസത്തിനോ ലാൻഡിനോ റിസോഴ്സിനോ ഉള്ള അവകാശമില്ലായിരുന്നു. അത് കാരണം അവരെന്ത് ചെയ്തു? മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ. ഇത് കാരണം പല പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ട് ഉണ്ട്. റിലീജിയൻ. അപ്പോൾ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൽ നമ്മുടെ മതങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളുമുണ്ട്, ചില ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു മതമുണ്ടോ? ഇന്ത്യ ഏതെങ്കിലും മതരാജ്യമാണോ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്കുലാർ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഇവിടെ ഒരു മതത്തിനും എന്തില്ല, പ്രത്യേകിച്ച് ഉള്ള പദവികളൊന്നും ഇല്ല. ഓക്കെ. അതായത് പ്രത്യേക പദവികളൊന്നും ഇവിടെ ഇല്ല. എല്ലാ മതത്തിനും തുല്യ പദവികളാണ് ഉള്ളത്. അതായത് ഇന്ത്യൻ സെക്കുലാരിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദർ ഈസ് നോ സ്പെഷ്യൽ സ്റ്റേറ്റസ് ടു എനി റിലീജിയൻ. ഒരു മതത്തിനും പ്രത്യേക പരിഗണനയൊന്നുമില്ല. എന്ന് വെച്ചാൽ മതങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ മതങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അത് നടത്തിക്കൊണ്ട് പോകാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം നമുക്കിവിടെ ഉണ്ട്. പക്ഷേ രാജ്യത്തിന് ഒരു മതം ഇല്ല. രാജ്യത്തിനെ സംബന്ധിച്ച് എല്ലാ മതവും തുല്യമാണ്. ആർട്ടിക്കിൾ 15 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മറ്റൊരു കാര്യത്തിൻ്റെ പേരിലോ ആൾക്കാരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്നതാണ്. ഇത് തെറ്റിച്ചാൽ നമുക്ക് സുപ്രീം കോടതി ഡയറക്റ്റായിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ മതങ്ങൾ ഇന്ത്യയിലുണ്ട് അല്ലേ. ഇന്ത്യയിൽ തന്നെ ഉണ്ടായ കുറേ മതങ്ങളുണ്ട്. അതുപോലെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മതങ്ങളുണ്ട്. ഈ എല്ലാ മതങ്ങളും ഒരു പരിധി വരെ നമ്മൾ നോക്കിയാൽ ഹാർമോണിയസ് ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പരസ്പരം പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും മറ്റു സമയമൊക്കെ നമ്മൾ മതങ്ങൾ കൂടിച്ചേർന്നാണ് പോകുന്നത് അല്ലേ. മതം സത്യം പറഞ്ഞാൽ മതങ്ങൾക്കിടെ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ ചില രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. മതമുണ്ടെന്ന് പറയുന്ന പാർട്ടികളും അതുപോലെ മതമൊന്നും ഇല്ല എന്ന് പറയുന്ന പാർട്ടികൾക്കും ഇതിൽ തുല്യ പങ്കാണ്. വോട്ടാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ മതങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്?
റോൾ ഓഫ് റിലീജിയൻ ഇൻ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച എന്തിനെ പറ്റിയിട്ടാണ്? റിലീജിയനെ പറ്റിയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്കുലർ രാജ്യമാണ്. ഇവിടെ ഒരു മതത്തിനും പ്രത്യേക പരിഗണനകളൊന്നും തന്നെ ഇല്ല. ആർട്ടിക്കിൾ 15 വ്യക്തമായി പറയുന്നുണ്ട്, മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഇവിടെ ജനിച്ചു എന്ന പേരിലോ സെക്സിന്റെ പേരിലോ വ്യക്തികളെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മതങ്ങൾക്കൊന്നും ഇവിടെ പരിഗണന കൊടുക്കുന്നില്ല. എങ്കിലും എല്ലാ മതങ്ങളും ഹാർമോണിയസ് ആയിട്ട് സന്തോഷത്തോടു കൂടി കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിൽ മതങ്ങളുടെ ഇമ്പോർട്ടൻസ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 റോളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ടൂൾ ഓഫ് ഫോർ സോഷ്യൽ കൺട്രോൾ, സാമൂഹിക സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു ടൂളാണ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി അത് വളർത്തിയെടുക്കുന്നു. അതുപോലെ സോഷ്യൽ ചേഞ്ചിനും ഇത് സഹായകമായിട്ട് മാറുന്നു. എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം 3 പോയിന്റ് ഓർത്ത് വയ്ക്കണം. റിലീജിയൻ്റെ റോൾ എന്താണ് സോഷ്യൽ സിസ്റ്റത്തിൽ? എ ടൂൾ ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താ ടൂൾ ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. അടുത്ത് എൻറിച്ചിങ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. 3, ആക്സിലറേറ്റിംഗ് ദ സോഷ്യൽ ചേഞ്ച്. നോക്കാമല്ലോ. സോഷ്യൽ കൺട്രോൾ നമ്മൾ എല്ലാ മതഗ്രന്ഥങ്ങൾ എടുത്താലും നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ആ മതഗ്രന്ഥങ്ങളിൽ ഒരിടത്തും വ്യക്തമായിട്ട് മറ്റു മതങ്ങളെ ഉപദ്രവിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തന്നെയാണ് എല്ലാ മതവും മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും, ഇപ്പോൾ ബൈബിള്, ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഖ് മതക്കാരുടെയാണ്, ഭഗവത്ഗീത ഹിന്ദുക്കളുടെയാണ്, പ്രോഫറ്റ് മുഹമ്മദ് മുസ്ലിങ്ങളുടെയാണ്, അതുപോലെ ജൈന മതക്കാരുടെ, ബുദ്ധ മതക്കാരുടെ ഒക്കെ റിലീജിയസ് ടെക്സ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലായിടത്തും കൂടെ ഉള്ളവരെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. ദ ട്രൂത്ത് ഈസ് ഗ്രേറ്റ്, ലിവിങ് ഓണസ്റ്റ്ലി ഈസ് ഈവൻ ഗ്രേറ്റർ. അല്ലേ, എന്താണ് സത്യം, ധർമ്മം, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ലവ് യുവർ നെയ്ബേഴ്സ് അസ് യുവർ സെൽഫ്. അല്ലെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഡു യുവർ ഡ്യൂട്ടി വിത്തൗട്ട് എക്സ്പെക്ടിങ് റിസൾട്ട്. അല്ലേ, നമ്മൾ ഫലത്തെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നിങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ A+കളെ പറ്റിയിട്ടും റിസൾട്ടുകളെ പറ്റിയിട്ടും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മുന്നിലുള്ള ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതാണ്. റിസൾട്ടൊക്കെ വന്നോളൂ അതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ദോസ് ഹു സ്റ്റാൻഡ് ഫേം ഇൻ ട്രൂത്ത് ആൻഡ് റൈറ്റിയസ്നെസ് ബിക്കം പ്യുവർ. അല്ലെ, ആരാണോ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കുന്നത് അവരെന്ത് ചെയ്യുന്നു? പ്യുവറായിട്ട് മാറുന്നു. ലവ് ദ ലൈഫ്സ് ഓഫ് അതേഴ്സ് ആസ് യു ലവ് യുവർ ഓൺ ലൈഫ്. അല്ലെ, നമ്മുടെ മറ്റുള്ളവരുടെ ജീവനെയും നമ്മളെ ജീവനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെന്നാണ് ഇതൊന്നും ആൾക്കാർ പാലിക്കാറില്ലെങ്കിലും. യു മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ ബിക്കോസ് റൈറ്റ്ഫുൾനെസ് ലീഡ്സ് ടു റൈറ്റിയസ്നെസ്. അല്ലെ, നമ്മളെപ്പോഴും എന്തായിരിക്കണം? സത്യസന്ധരായിരിക്കണം, ധർമ്മത്തിന് വില കൊടുക്കണം. അപ്പോൾ എല്ലാ മതവും പഠിപ്പിക്കുന്ന ഏതാണ്ട് ഒരേ കോമൺ കാര്യങ്ങളല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മതങ്ങൾ സത്യസന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും മറ്റു മതത്തിലുള്ളവരെ ഉപദ്രവിക്കില്ല, മറ്റൊരാൾക്ക് ദോഷം ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല. അല്ലെ, എല്ലാ മതങ്ങളും അപ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസ് തരുന്നത്? ഓണസ്റ്റി, എമ്പതി, മ്യൂച്വൽ റെസ്പെക്ട്, ലവ്, കെയർ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ജസ്റ്റിസ്, അതുപോലെ മൊറാലിറ്റി ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ സത്യത്തിൽ എന്ത് ചെയ്യാണ്? ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ മതങ്ങളപ്പോൾ നമ്മളത് പറഞ്ഞേക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ? അല്ലേ, കോ എക്സിസ്റ്റൻസും അതുപോലെ സോഷ്യൽ ഓർഡറിനെ അതെന്ത് ചെയ്യും? ഹെൽപ്ഫുള്ളായിട്ട് മാറുകയല്ലേ? സോ ദ റിലീജിയസ് വാല്യൂസ് ഇൻഫ്ലുവൻസ് ആൻഡ് ഗൈഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ദെയർ ബൈ ആക്ട് എസ് എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ. അല്ലേ, ഇപ്പോൾ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തെ മതങ്ങൾ സ്വാധീനിക്കുന്നതിലൂടെ നമുക്ക് സോഷ്യൽ കൺട്രോൾ കിട്ടുന്നു. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ എങ്ങനെ പഠിക്കണം? റിലീജിയൻ ടീച്ചേഴ്സ് ഹ്യൂമൻ ദ വാല്യൂസ് ലൈക്ക് ഓണസ്റ്റി, എമ്പതി, റെസ്പെക്ട്, ലവ്, കെയർ, റെസ്പോൺസിബിലിറ്റി, ജസ്റ്റിസ് ആൻഡ് മൊറാലിറ്റി വിച്ച് എൻറിച്ചിങ് ദ സോഷ്യലൈസേഷൻ പ്രോസസ്. അതുപോലെ കോ എക്സിസ്റ്റൻസിന് അത് എൻഷുർ ചെയ്യുന്നു. അതുപോലെ സമൂഹത്തിൻ്റെ ഒരു നേരായ ഒരു അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നു. ഇത്രയും പോരെ, ഇതിനകത്ത് ഞാൻ വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത വാക്കുകളും അല്ലാതെ. അല്ലേ, ഓണസ്റ്റി എന്ന് വെച്ചാൽ എന്താണ്? സത്യസന്ധത. എമ്പതി എന്ന് വെച്ചാൽ അനുകമ്പ കാണിക്കുക. റെസ്പെക്റ്റ്, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക, സ്നേഹിക്കുക, കെയർ എടുക്കുക, റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ നോക്കുക, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുക. ഇതെല്ലാവരും അറിയാവുന്ന കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം. അടുത്ത് എൻറിച്ചിങ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അല്ലെ, നമ്മുടെ കൾച്ചറിൻ്റെ വൈവിധ്യത. അല്ലെ, നമ്മുടെ മുസ്ലിം പള്ളികൾ, അമ്പലങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ, അല്ലെ, മൂന്നും വ്യത്യസ്തമാണെങ്കിലും ഈ മൂന്നിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്നുള്ളതാണ്. അല്ലെ, അത് നിൽക്കുന്ന സ്ഥലമായാലും അതിൻ്റെ ചുറ്റുപാടായാലും ശരി, അതിനകത്തുള്ള കൊത്തുപണികളും ശില്പകലയും ഒക്കെ എന്താണ്? നമ്മുടെ ഒരു കൾച്ചറിനെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അല്ലെ, അപ്പോൾ ഈ പറഞ്ഞ ഓരോ മത സ്ഥാപനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ,
അവിടെ എല്ലാം ഈ പറയുന്ന ആർട്ട്, ലിറ്ററേച്ചർ, പെയിൻറ്റിങ്, സ്കൾപ്ചർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടോ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് അല്ലേ. ഭയങ്കര വലിയ ആർക്കിടെക്ചറൽ മാർവലാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടു മൗണ്ട് മേരി ചർച്ച് ബാന്ദ്ര, പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് മൂറിഷ് മോസ്ക് പഞ്ചാബ്, രുംതേക് ധർമ്മ ചക്ര സെന്റർ സിക്കിം, ദിൽവാര ജെയിൻ ടെമ്പിൾ മൗണ്ട് അബു, ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ, ഇവിടെയും ഞാൻ പോയിട്ടുണ്ട്. ഈ രണ്ടിടത്തും പോയിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചർ അറിയാനോ ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. മതങ്ങളുള്ളത് കൊണ്ടല്ലേ ഇതുണ്ടായത്. അപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന എന്തൊക്കെയാണ് പറയുന്നത്, റിലീജിയൻ എന്ത് ചെയ്യും, എൻറിച്ച് ചെയ്യും നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ ആർട്ടിലൂടെ, ലിറ്ററേച്ചറിലൂടെ, പെയിൻറ്റിങ്ങിലൂടെ, അതുപോലെ തന്നെ ഈ പറയുന്ന ശില്പകലകളിലൂടെ. ഇത് അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും വിഹാരങ്ങളിലും ഗുരുദ്വാരകളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൾച്ചറിൻ്റെ ആ ഒരു റിച്ച്നെസ് ആണ് കാണുന്നത് അല്ലേ. പല വിദേശികളും ഇത് കാണാനായിട്ട് ഇന്ത്യയിലോട്ട് വരാറുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് നല്ല കഴിവുള്ളവരാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. മാത്രമല്ല ഈ പല മതത്തിൽപ്പെട്ട ആൾക്കാരും, ഉദാഹരണത്തിന് ഇവിടെ കബീർ ദാസ് അല്ലെ, ഹിന്ദു മുസ്ലിം ഹാർമണിക്ക് വേണ്ടിയിട്ടുള്ള കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. മീരാഭായി സ്ത്രീകളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, ഗുരു നാനാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സിഖ് മതത്തിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ മതത്തിലെയും വ്യക്തികൾ എന്താ ചെയ്തിട്ടുള്ളത്, മറ്റു മതക്കാരെ വെറുക്കാനല്ല പഠിപ്പിച്ചത്, സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അതാണ് രണ്ടാമത് പറയുന്നു, എൻറിച്ചിങ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കേട്ടോ, ഇത് ഈ ചാപ്റ്റർ ഇങ്ങനെ കഥ പറഞ്ഞു തരാനേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ചാപ്റ്റർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ്. റിലീജിയൻ enriches the Indians' cultural diversity through beliefs, art, literature, religious institutions like temple, church, mosque and viharas, gurudwaras, as well as the idealistic contribution of some figures also help for this. അല്ലെ, ഇതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ആക്സിലറേറ്റിംഗ് ദ സോഷ്യൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, സാമൂഹികമായിട്ടുള്ള മാറ്റം. ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കണ്ടോ. നമ്മൾ ഈ പറയുന്ന കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിനെ ഒന്ന് ആലോചിക്കണം അല്ലേ. ഇവിടെ നമ്മളുടെ സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓണം ആഘോഷിക്കാറുണ്ട്, അതുപോലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്, നമ്മൾ ബക്രീദ് ആഘോഷിക്കാറുണ്ട് അല്ലെ, ഇതിനൊക്കെ അവധി തരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിൽ ഇന്ന മതക്കാർ മാത്രമാണോ പങ്കെടുക്കുന്നത്? അല്ല, എല്ലാ മതക്കാരും പങ്കെടുക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഓണസദ്യ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്മസിൽ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മതം നോക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, പല മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് വരുമ്പോൾ ആ പറയുന്ന സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ യൂണിറ്റി എന്ത് ചെയ്യാണ്, വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് ഈ പറയുന്ന മതങ്ങളുടെ ഒരു ഗുണമാണ് അല്ലേ. മതങ്ങളോ ഈ പറഞ്ഞ ഫെസ്റ്റിവലോ ഇല്ലെങ്കിലോ നമ്മളെന്ന് സ്കൂളിൽ പോകുന്നു വരുന്നു, നമുക്ക് ഈ പറഞ്ഞ ഇതിൽ നിന്ന് മാറിയിട്ട് അല്ലെ ഒരുമിച്ച് കൂടാനും അല്ലെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും അതിലൂടെ ഒരു ഐക്യം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവുമായിരുന്നു? ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. അവിടെ നമ്മൾ മതം നോക്കേണ്ട ആവശ്യമില്ല. റീസെൻ്റായിട്ട് പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. ശുദ്ധ തോന്നിവാസമാണ്. മതം ഈ പറയുന്ന സ്കൂളിൽ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഫെസ്റ്റിവൽ എല്ലാവർക്കും ഉള്ളതാണ്. അല്ലാതെ ഇന്ന മതക്കാർക്ക് മാത്രമേ, അല്ലെ ഹിന്ദുക്കൾ മാത്രമേ ഓണം ആഘോഷിക്കാവൂ, ക്രിസ്ത്യാനികൾ മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കാവൂ, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല അല്ലേ. നമുക്കതൊരു സന്തോഷമുള്ളൊരു പരിപാടിയാണ്, അത്രേ ഉള്ളൂ. അടുത്ത് ആക്സിലറേറ്റിംഗ് ദ സോഷ്യൽ ചേഞ്ച്, നമ്മുടെ സാമൂഹിക മാറ്റത്തെ, അതായത് നമ്മുടെ പല മതങ്ങളിലും ഉണ്ടായിരുന്ന ദുരാചാരങ്ങളെ അതത് മതത്തിലുള്ള ആൾക്കാർ തന്നെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സതി നിരോധനം, അങ്ങനെയുള്ള, അതുപോലെ പിന്നെ നമ്മൾ ഈ പറയുന്ന വിഡോ റീമാരേജ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും റിലീജിയസ് ഓർഗനൈസേഷൻസിന് സാധിച്ചിട്ടുണ്ട്. അതായത് സം റിലീജിയസ് മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്തു, ഇവോൾവ്ഡ് ഇൻ ടു സോഷ്യൽ മൂവ്മെൻറ്റ് അല്ലേ. മതത്തിന് വേണ്ടി തുടങ്ങിയതാണെങ്കിൽ പിന്നീട് അത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിച്ചു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ തുല്യത കൊണ്ടുവരാനും ഒക്കെ അത് ശ്രമിച്ചിട്ടുണ്ട്. അതായത് റിലീജിയസ് മൂവ്മെൻറ്റുകൾ പലപ്പോഴും സോഷ്യൽ മൂവ്മെൻറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഉദാഹരണം ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ റിലീജിയസ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ എന്ത് റോളാണുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 റോൾ പറയണം. സമൂഹത്തിനെ കൺട്രോൾ ചെയ്യാൻ അത് ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ വൈവിധ്യതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും മതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? ഇനിയാണ് അടുത്ത കാര്യം. ഇത്രയൊക്കെ പറഞ്ഞാലും മതത്തിൻ്റെ പേരിൽ കലാപങ്ങൾ നടന്നിട്ടുള്ള രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ പലയിടത്തും പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മളിവിടെ പറഞ്ഞു പോകാതിരിക്കണം. ഓക്കെ, ഓൾദോ religion promote reformation and unity in the society, it can at times challenge the harmony of the Indian social order due to the division and conflict among the religious lines.
സച്ച് ടെൻഡൻസീസ് ആർ ഹാംഫുള്ളി എഫക്റ്റ് അവർ സോഷ്യൽ യൂണിറ്റി. അത് നമ്മുടെ യൂണിറ്റി എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളെങ്കിലും എന്ത് ചെയ്യുക, മതത്തിൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലാനും ആൾക്കാരെ കുറ്റം പറയാനും പോകാതിരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്വസിക്കാം, അത് ആചരിക്കാം. അതിനെന്ത് ചെയ്യരുത്, നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരുത്തൻ്റെ മൂക്കിന് തുമ്പ് വരെ ഉള്ളൂ എന്ന് പറയുന്ന പോലെ മറ്റൊരാളെ ഉപദ്രവിക്കാനായിട്ട് അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, വിവരമുള്ളവരത് പറയും. അടുത്ത് ലാംഗ്വേജ്, ഭാഷ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാഷാ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ്. തൊട്ട് മുന്നത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു റീഓർഗനൈസേഷൻ, അല്ലെ? സ്റ്റേറ്റുകളെ നമ്മൾ റീഓർഗനൈസ് ചെയ്ത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഭാഷാ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയല്ലേ നമ്മുടെ കേരളം രൂപപ്പെട്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുള്ള ഒരു രാജ്യമാണ്. 22ഓളം ഒഫീഷ്യൽ ഭാഷകളും അതുപോലെ തന്നെ റീജിയണൽ ഭാഷകളും ഉള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. ഇതെന്താണ്, നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഞാനത് കൊണ്ടു കിടക്കുന്നത്, അല്ലേ? തമിഴ് നാട്ടിലുള്ളവർ ഞാൻ തമിഴനാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിലുള്ളവൻ ബംഗാളിയാണെന്ന് പറയുമ്പോൾ, മറാഠിക്കാരനാണെന്ന് പറയുമ്പോൾ, പഞ്ചാബിയാണെന്ന് പറയുമ്പോൾ ഭാഷ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്, അല്ലേ? നമ്മുടെ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്തതുപോലും ഈ ഒരു രീതിയിൽ ഭാഷകൾ പല രീതിയിലുണ്ട്. ഇത് പഠിക്കേണ്ട എങ്കിലും അറിഞ്ഞു വയ്ക്കുക. നമ്മുടെ ഭാഷകൾ 3ആയിട്ട് തിരിക്കാം. ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ, ദ്രാവിഡിയൻ ഭാഷകൾ, അതുപോലെ തന്നെ ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകൾ. നമ്മൾ ഈ പറയുന്നത് നമ്മുടെ സൗത്തിലുള്ള ഭാഷകളൊക്കെ ദ്രാവിഡിയൻ ഭാഷകളാണ്. നോർത്തിൽ കൂടുതലുള്ളത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ്. എന്നാൽ ട്രൈബൽ ഭാഷകളായിട്ട് വരുന്നത് പലതും ഒക്കെ എന്താണ്, ഓസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷകളിൽ വരുന്നതാണ്. പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഭാഷകൾ നമ്മളെ രാജ്യത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്. 22ഓളം ഭാഷകൾ നമുക്കുണ്ട്. നമ്മുടെ കൾച്ചറിൻ്റെയും ഐഡൻറ്റിറ്റിയുടെയും ഒരു സിമ്പലാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് നിർമ്മിക്കാൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഷ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ആ പറയുന്ന ഭാഷ നമ്മുടെ ആൾക്കാരെ യൂണിഫൈ ചെയ്യാനായിട്ട് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, മേക്ക് കൾച്ചറൽ ട്രഡീഷൻസ് ഓർഗാനിക്, പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, ഫോസ്റ്റർ ദ റെസ്പെക്ട് ഫോർ ആൻഡ് കോ എക്സിസ്റ്റൻസ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണ്. നോക്കാം. മേക്ക് കൾച്ചറൽ ട്രഡീഷൻസ് ഓർഗാനിക് എന്ന് വെച്ചാൽ ഭാഷ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന എന്താണ് നമ്മുടെ ട്രഡീഷനുകൾ, അല്ലേ? നമ്മൾ ഈ എഴുതാൻ തുടങ്ങിയതിന് മുമ്പ് ഉള്ള പല കാര്യങ്ങളും നമുക്കൊന്നറിയാം. അതായത് പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മളെ സഹായിച്ചത് അന്നുള്ള ഈ പറഞ്ഞ ഓറൽ സോങ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വരമൊഴി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനം എഴുതുന്നത്, വാമൊഴി എന്ന് പറയുന്നതാണ് ഈ ഓറൽ സോങ്സ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവിടെ ലിപിയൊന്നുമില്ല. അന്ന് അവർ സംസാരിച്ചിരുന്ന ഭാഷയിൽ അന്നത്തെ ട്രഡീഷൻസ്, കവിതകളും പാട്ടുകളും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ആ പറയുന്ന ട്രഡീഷനുകളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൾച്ചറുകളെ നമുക്ക് സ്വന്തമായി ഓർഗാനിക്കായി നാച്ചുറലായി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഭാഷകൾക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലേ? വടക്കം പാട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള പലതരം പഴയ പാട്ടുകൾ, അല്ലെ ട്രൈബൽ സോങ്സ് ആയിക്കോട്ടെ, അതൊക്കെ അന്നത്തെ കാലത്തിൻ്റെ ഒരു പൈതൃകം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അത്രയേ ഉള്ളൂ, അല്ലേ? ഈ സോങ്സ് ഹെൽപ്പ് പ്രിസർവ് ദ ട്രഡീഷണൽ വാല്യൂസ്, സോഷ്യൽ നോംസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, അല്ലെ? പണ്ട് നടന്ന കാര്യങ്ങൾ, അതുപോലെ അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ് എന്ത് ചെയ്തു, ഓർഗാനിക്കലി നമ്മുടെ ട്രഡീഷൻസിനെ ഈ പറയുന്ന സൊസൈറ്റികളിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കാലങ്ങൾക്കപ്പുറം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇതാണ് സംഭവം. അത്രയേ ഉള്ളൂ. ഓക്കെ, വടക്കം പാട്ടുകൾ, അതല്ലെങ്കിൽ ബെല്ലാഡ്സ് ഓഫ് ദ നോർത്തേൺ കേരള എന്ത് ചെയ്തു, ഓറൽ സോങ്സിനെയാണ് എക്സാംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് എന്താണ് എക്സാമ്പിളാക്കി കാണിക്കുന്നത്. എന്ത് ചെയ്തു, അത് നമ്മുടെ ട്രഡീഷണൽ വാല്യൂസിനെ, സോഷ്യൽ നോംസിനെ, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റുകളെ പ്രിസർവ് ചെയ്യാനും അത് ഭാഷകളിലൂടെ എന്ത് ചെയ്തു, അടുത്ത സൊസൈറ്റിയിലേക്ക് എത്തിക്കാനും സാധിച്ചു. അപ്പോൾ ഇതാണ് പറയുന്നത്, കൾച്ചറൽ ട്രഡീഷനുകളെ ഇത് ഓർഗാനിക് ആക്കുന്നു, സ്വന്തമായി കൾച്ചറുകൾ കാലക്രമേണ എത്താനായിട്ട് സഹായിക്കുന്നു. 2, പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. നമുക്കൊരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മലയാളം സംസാരിക്കുന്നവരെ മലയാളി, തമിഴ് പറയുന്നവന് തമിഴൻ, ബീഹാർ പറയുന്നവന് ബീഹാറി, പഞ്ചാബി, ആസാമി എന്നൊക്കെ വിളിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലാണ്. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾ മലയാളിയെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്, അല്ലേ? വിദേശത്ത് പോയാലോ മറ്റ് സംസ്ഥാനത്ത് പോയാലോ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം കാണിക്കത്തില്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ ഭാഷ നമ്മൾ അങ്ങനെ ഒന്നിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഫോസ്റ്റർ ദ റെസ്പെക്ട് ഫോർ ആൻഡ് കോ എക്സിസ്റ്റൻസ് ഓഫ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതായത് നിങ്ങൾ സ്കൂളിലെ നമ്മൾ മലയാളം മാത്രമൊന്നുമല്ലല്ലോ പഠിക്കുന്നത്,
നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നുണ്ട്, അതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് കൃതികൾ വായിക്കുന്നു. അങ്ങനെ വിദേശത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ലേ? അതിനോടൊപ്പം തന്നെ നിങ്ങൾ മിക്കവാറും എല്ലാവരും ഹിന്ദി പഠിക്കും, മിക്കവാറും എല്ലാവരും ഹിന്ദി പഠിക്കുന്നുണ്ട്, ചിലർ അറബി പഠിക്കുന്നുണ്ട് അല്ലേ, ചിലർ കാസർഗോഡൊക്കെ ആകുമ്പോഴത്തേക്കും കന്നഡ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പം നമ്മൾ നമ്മളെ ഭാഷയോടൊപ്പം മാതൃഭാഷയോടൊപ്പം തന്നെ മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ, മറ്റു ഭാഷയിലെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് കുറച്ചുകൂടി ലിങ്ക് ആകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ അപരിചിതത്വം കുറയും, അവരുടെ അടുത്തൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊരു ബംഗാളി വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കും? ഭായി എന്നാണ് അയാളെ വിളിക്കുന്നത്, ചേട്ടാന്നാരും വിളിക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഭായി എന്ന് വിളിച്ചത്? നിങ്ങൾക്കറിയാം, അവൻ്റെ നാട്ടിൽ സഹോദരനെ ഭായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെ ഭായി എന്ന് വിളിക്കുമ്പോഴത്തേക്കും അവനൊരു സ്നേഹമല്ലേ തോന്നുള്ളൂ, അല്ലാതെ അവന് മനസ്സിലാവാത്ത ഭാഷത്തിൽ എന്തെങ്കിലും പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്? അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാകാൻ പറ്റും? ഒരു കോ എക്സിസ്റ്റൻസ് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ബംഗാളി ഇവിടെ വന്നാൽ അവന് ജീവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം നമ്മൾ തന്നെ മുറി ഹിന്ദി അങ്ങോട്ട് പറയും. അതുപോലെ അവരിവിടെ വന്നിട്ട് മുറി മലയാളം നമ്മളടുത്ത് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതുപോലെയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഹിന്ദി അറിയാം അല്ലേ, അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇംഗ്ലീഷ് അറിയാം, അപ്പോൾ ലോകത്ത് എവിടെയും പോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഭാഷകൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് പോകാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ഫോസ്റ്റർ റെസ്പെക്റ്റ് ആൻഡ് കോ എക്സിസ്റ്റൻസ് ത്രൂ വേരിയസ് ലാംഗ്വേജസ് അല്ലേ. നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു ബഹുമാനം കൊടുക്കാനും അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും ഭാഷ അറിയാമെന്നുള്ളത് കൊണ്ട് പറ്റും. പീപ്പിൾ ക്യാൻ ഡെവലപ്പ് ബ്രോഡർ ലൈഫ് പെർസ്പെക്റ്റീവ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ലേണിംഗ് ആൻഡ് യൂസിങ് മോർ ദാൻ വൺ ലാംഗ്വേജ് അല്ലേ. നമുക്ക് വിദേശത്ത് ജോലിക്ക് പോകാൻ പറ്റും, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് അല്ലേ. നമുക്ക് മറ്റുള്ളവരെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ ഈ ഭാഷ പഠിക്കുമ്പോൾ മാറും. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാകിസ്ഥാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളെ പോലെ കാണുന്നത്. പക്ഷേ ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില പാകിസ്ഥാനികളൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും മനുഷ്യരാണ്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ നമ്മൾ രണ്ട് ശത്രു രാജ്യങ്ങളായി പോയിന്നേ ഉള്ളൂ. ഇവരെല്ലാവരും മോശക്കാരല്ല എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഭാഷ സംസാരിക്കുന്നതോടെ നമുക്ക് അതുകൂടെ കിട്ടുന്നു. ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, വേറെ വഴിയില്ല. ഈ ചാപ്റ്റർ ഇങ്ങനെ അല്ലാതെ വേറെ ഉപടിപ്പിച്ചു തരാൻ എനിക്ക് വേറെ മാർഗ്ഗമൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്തെന്ന് പറയുന്നത്? ഭാഷ എന്ന് പറയുന്നു. വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് വാ. ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ട്രൈബൽ സൊസൈറ്റി എന്ന് വെച്ചാൽ വനങ്ങളിലൊക്കെ താമസിക്കുന്ന നമ്മൾ ആദിവാസികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. റൂറൽ സൊസൈറ്റി, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ. അർബൻ സൊസൈറ്റി, സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളതിൽ ഈ പറഞ്ഞ ട്രൈബൽ സൊസൈറ്റിക്ക് വളരെ വലിയ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അറിവുകളും പ്രകൃതിയുമായിട്ട് ലിങ്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി സൊസൈറ്റി എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ട്രൈബൽ, റൂറൽ, അർബൻ. ഓക്കെ ആണല്ലോ. ഇതിൽ ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാകുന്നു. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിയാലും ശരി, അല്ലാതെ നോക്കിയാലും ശരി. ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലാണ്. അത് കഴിഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യ റാങ്ക്സ് സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് ദ ട്രൈബൽ പോപ്പുലേഷൻ. നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 8.6% 2011 സെൻസസ് അനുസരിച്ച് എന്താണ്? ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, ഇവിടെയൊക്കെയാണ് മെജോറിറ്റി ആയിട്ട് നമുക്ക് കാണുന്നത്. ഇതിൽ നമുക്ക് ഈ പറയുന്ന ഒരു സ്ഥലം വിട്ടുപോയി ജാർഖണ്ഡ് കൂടെ നമുക്കിവിടെ പറയും. ഓക്കെ, ജാർഖണ്ഡും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ST കമ്മ്യൂണിറ്റിയുള്ള സ്ഥലങ്ങളിലൊന്നാണ്. അതുപോലെ ലക്ഷദ്വീപ് പോലെയുള്ള യൂണിയൻ ടെറിട്ടറികളിൽ നമുക്ക് എന്തുണ്ട്? ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, മെജോറിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റു സ്ഥലത്തില്ല എന്നല്ല. ആൻഡമാനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്തായിരുന്നു. തൽക്കാലം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് മാത്രം നോക്കാം. ഈ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്, അവർക്ക് അവരുടേതായ കസ്റ്റംസ് ഉണ്ട്, അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ നാട്ടിലുള്ളവരെ പോലെ ആയിരിക്കില്ല. ഈ പറയുന്ന ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും. അതായത് ഇപ്പോഴും നമുക്കവിടെ അവരുടെ ഇടയിൽ രാജാക്കന്മാരുണ്ട്, അറിയാവോ? ഇന്നും രാജാക്കന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്. അവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സൊസൈറ്റി തീരുമാനിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ ഇവരെ കുറച്ചങ്ങ് ഓവറങ്ങ് എന്താണ് ആക്കുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത്രത്തോളം ഒന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു സിനിമയുണ്ടല്ലോ പണ്ട്, ബാംബു ബോയ്സ്. അതിനകത്തൊക്കെ കോമഡി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഡെവലപ്ഡായ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചുമ്മാ സിനിമയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കരുത് ഒരിക്കലും. അവിടെ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ഒന്നും ചെയ്യരുത്. നമ്മളെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അവരെന്തായിരിക്കും? വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുവെന്നേ ഉള്ളൂ. ഓക്കെ, ട്രൈബൽ പീപ്പിൾ ലീവ് ഇൻ ക്ലോസ് ഇൻറ്ററാക്ഷൻ വിത്ത് നേച്ചർ ആൻഡ് എൻഗേജ് ഇൻ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫോറസ്റ്റ്. അല്ല, അവർ വനവുമായി ബന്ധപ്പെട്ട് വനത്തിൽ നിന്നുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് അവിടെ അകത്ത് കൃഷിയൊക്കെ ചെയ്ത് അതിപ്പോൾ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതൊക്കെ ഉണ്ട്. ഓക്കെ,
ഇത് എന്ത് ചെയ്യുന്നു? എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും എക്കോളജിക്കൽ ബാലൻസിനും. അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മൊത്തം പോപ്പുലേഷൻ 8.6 ഉള്ളൂവെങ്കിലും അവർ നമുക്ക് ചെയ്തു തരുന്ന കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മൾ നശിപ്പിക്കുന്ന പ്രകൃതിയെ അവരാണ് എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നു. പലപ്പോഴും ഈ പറഞ്ഞ പല വനമേഖലകളൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ കയ്യേറി അവിടുത്തെ മരമൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാത്തത് ഇങ്ങനത്തെ ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ട് കൂടെ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുവന്നിട്ടുണ്ട്. പലതരം ഭാഷകളായിരിക്കും അല്ലെ. നമ്മുടെ കേരളത്തിനകത്തുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഈ പറയുന്നത് എന്താണ്, കാണിക്കാർ, കുറുമ്പർ അല്ലേ, അങ്ങനെ വയനാട്ടിൽ, ഇടുക്കിയിൽ, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് എന്തുണ്ട്? ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇന്നിപ്പോൾ അവർ നമ്മുടെ നാട്ടിലുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ദ ട്രൈബൽ സൊസൈറ്റി പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രിസർവിങ് ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ് ബൈ ട്രാൻസ്ഫറിങ് ട്രഡീഷണൽ നോളജ്, ആർട്ട് ആൻഡ് കൾച്ചർ. അല്ല, അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഇവിടെ നോക്കിയേ ട്രൈബൽ സൊസൈറ്റി. ഇപ്പോൾ ട്രൈബൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൂന്നായിട്ട് തിരിക്കാം. ട്രൈബൽ സൊസൈറ്റിയെ മൂന്നായിട്ട് തിരിക്കാം. എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി? സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എത്രയായിട്ട് തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ട്രൈബൽ സൊസൈറ്റി, റൂറൽ സൊസൈറ്റി, അർബൻ സൊസൈറ്റി. നമ്മൾ ട്രൈബൽ പോപ്പുലേഷനിൽ 2ാം സ്ഥാനമാണ് ആഫ്റ്റർ ആഫ്രിക്ക. മൊത്തം നമ്മുടെ പോപ്പുലേഷൻ്റെ 8.6% എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഉള്ളത്. ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് നോക്കിയേ, ഈച്ച് ട്രൈബൽ സൊസൈറ്റി ഇൻ ഇന്ത്യ ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ലാംഗ്വേജ്. അവർക്ക് അവരുടേതായ ഭാഷയുണ്ട്, കസ്റ്റമറി പ്രാക്ടീസുകളുണ്ട്, അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. അവർ പ്രകൃതിയുമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് ഹാർമോണിയസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അവർ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല, എന്നാൽ പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. അവരുടെ ഭാഷ രീതികളൊക്കെ എന്താണ്? നമ്മളെ ഓരോ വൈവിധ്യതകളുടെ ഓരോ സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അവർ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ റോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചറിൽ? 5 പഠിക്കണം. ട്രഡീഷണൽ നോളജുകൾ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നമുക്ക് പലപ്പോഴും ഉപയോഗമായിട്ട് മാറാറുണ്ട്. അവരുടേതായ ആർട്ട് ആൻഡ് കൾച്ചർ രീതികളുണ്ട്. സസ്റ്റൈനബിൾ ലൈഫ്, അതായത് അവർ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന രീതികളുണ്ട്. റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ഇൻഇക്വാലിറ്റീസ്. ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ പോലെ അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റിയുള്ള പല സ്ഥലങ്ങളിലും അവർ ധീരമായി പോരാടിയിട്ടുള്ളവരും ആണ്. റൂറൽ അർബൻ സൊസൈറ്റീസിൻ്റെ ബന്ധം അത് നമ്മുടെ ഇതിൻ്റെ കൂടെ വരണമെന്നില്ല, അടുത്ത പോയിന്റാണ്, ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. നോക്കാം. ട്രഡീഷണൽ നോളജ്. നിങ്ങൾ ഈ കാണുന്നത് 2 നമ്മുടെ പത്മശ്രീ അവാർഡ് നേടിയ ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ ചെറുവയൽ രാമൻ, അറിയാലോ, നെൽവിത്തുകളൊക്കെ സംരക്ഷിച്ചു വെച്ചതിന് വേണ്ടിയിട്ട്, അതായത് നഷ്ടപ്പെട്ടു പൊയ്ക്കൊണ്ടിരുന്ന പല വിവിധ വെറൈറ്റിയിലുള്ള നെൽവിത്തുകൾ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു വെച്ച് അതിൻ്റെ കൃഷി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് 2023 എന്ത് കൊടുത്തു? പത്മശ്രീ കൊടുത്തു. അതുപോലെ ലക്ഷ്മിക്കുട്ടി എന്തുവായിരുന്നു? നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്, ട്രഡീഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തിനാണ് നമ്മൾ ഈ ആദരവ് കൊടുത്തത്? ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇന്നുള്ള അല്ലെങ്കിൽ നാളെ ഉണ്ടാകാനുള്ള പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷനുകളൊക്കെ ചിലപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അതായത് അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ പറയുന്ന മോഡേൺ രീതിക്കൊപ്പം തന്നെ നമുക്കറിയാത്ത ഒരു ട്രഡീഷണൽ രീതി അവർ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഈ പറയുന്ന ട്രഡീഷണൽ രീതികളിൽ നിന്ന് നമുക്ക് കിട്ടാം. അപ്പോൾ അതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഇവരല്ലേ. അപ്പോൾ ട്രഡീഷണൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പോസസ് വാല്യുബിൾ നോളജ് അബൌട്ട് അഗ്രികൾച്ചർ, മെഡിസിൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ കുറേ പത്ര കട്ടിങ്സിൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഒന്ന് പോയി വായിച്ചു നോക്കിയേ. അവിടെ ഇത് പറയുന്നുണ്ട്. പല പ്രശ്നങ്ങൾക്കും ഇവരിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൃഷിയിലായിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആയിക്കോട്ടെ. ഓക്കെ, മെയിൻ ട്രൈബൽ സൊസൈറ്റി ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിലിയൻറ്റ് ടു ഡൈവേഴ്സ് ക്ലൈമറ്റ്, അല്ലേ. ക്ലൈമറ്റിക് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെടി ഇനങ്ങൾ അവർ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ദേ പ്രിസർവ് സീഡ്സ് യൂസിങ് പ്രത്യേക മെത്തേഡുകൾ. ദേ റിലൈ ഓൺ ഇൻഡിജീനിയസ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ഹെൽത്ത് കെയർ, അല്ലേ. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പച്ചമരുന്നുകളും അല്ലെ പ്രത്യേക മൂലികകളും ഒക്കെ അവർ കാത്തു സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ, ചില പ്രത്യേക രോഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നാട്ടുവൈദ്യന്മാർ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ സയൻറ്റിഫിക്കായിട്ട് അതുകൂടി നമുക്ക് പഠിക്കാൻ പറ്റിയാൽ മനുഷ്യരാശിക്ക് തന്നെ അത് യൂസ്ഫുൾ ആയിരിക്കും. അവർ അവർക്ക് പുസ്തകങ്ങളൊന്നും കാണത്തില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളാണ് ഉള്ളത്. അതാണ് നമ്മുടെ ട്രഡീഷണൽ നോളജ്. അതായത് ട്രഡീഷണലി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല അറിവുകളും സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇവരാണ്. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇനി അവരുടെ ആർട്ടും കൾച്ചറും അല്ലെ, അവർക്കും എന്തുണ്ട്? കമ്മ്യൂണിറ്റികളുണ്ട്, അവർക്ക് ഗ്യാതറിങ്സ് ഉണ്ട്, അവരവരുടെ ഡാൻസ് കളിക്കും, പാട്ടുകളും ഒക്കെ ചെയ്യാറുണ്ട്. കണ്ടോ, വാർലി പെയിൻറ്റിങ് ട്രഡീഷണലി ട്രൈബൽ ഗ്രൂപ്പുകൾക്കിടയിലുള്ളൊരു പെയിൻറ്റിങ് രീതികളാണ്. ഇതൊന്ന് പലപ്പോഴും നമ്മുടെ പുതിയ ഡിസൈനുകളിലും കാണാറുണ്ട്. ഇരുള ഡാൻസ്, ഇതൊക്കെ നിങ്ങൾ സ്കൂൾ കലോത്സവങ്ങളൊക്കെ പോകുമ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. പാലിയ ഡാൻസ്, മലപ്പുലയാട്ടം, പണിയ ഡാൻസ്, മംഗളം കളി, ഇതൊക്കെ എന്താണ്? അവർക്കിടയിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവലുകളാണ്. ഓക്കെ,
So the tribal society nourishes Indian culture through their unique language, art form, festival, music and dance. അല്ലെ, റൂറൽ അർബൻ സൊസൈറ്റീസിലുള്ള പോലെ തന്നെ അവർക്കും എന്തുണ്ട്, ഈ പറയുന്ന ഒരു യൂണിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി, കൂടുതൽ പറയാനൊന്നുമില്ല. സസ്റ്റൈനബിൾ ലൈഫ് എന്ന് വെച്ചാൽ ഇവരെപ്പോഴും പ്രകൃതിയെ നശിപ്പിക്കാതെയാണ് ജീവിക്കുന്നത്. അത് തന്നെയാണ് പറയുന്നത്. ദേ ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് ഇൻ്റഗ്രേറ്റ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ഫോറസ്റ്റ്, അല്ലെ, വാട്ടർ ഇൻ ടു ദെയർ ഡെയിലി ലൈഫ്സ് ഇൻ ആൻ എക്കോ ഫ്രണ്ട്ലി മാനർ. നശിപ്പിക്കാതെ പ്രകൃതിക്ക് നല്ല രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ദ പ്രാക്ടീസ് ഓഫ് ദിയർ സൊസൈറ്റീസ് ഓഫൺ ഇഫക്റ്റീവ് മോഡൽസ് ഫോർ പ്രിസർവിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് മാനേജിങ് റിസോഴ്സസ്. അല്ലെ, റിസോഴ്സിനെ മാനേജ് ചെയ്യാനും പ്രകൃതിയെ പ്രിസർവ് ചെയ്യാനും അവർ നടത്തിക്കൊണ്ടുവരുന്ന രീതികൾ പലപ്പോഴും നമുക്ക് പോലും മാതൃകയാകാറുണ്ട്. അവർക്ക് ഈ പറയുന്ന ഫോറസ്റ്റിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എക്കോ ടൂറിസം പോലെ മേഖലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവരുടെ അറിവുകൾ നമുക്ക് ഉപയോഗിച്ച് അപ്പോൾ നമ്മുടെ വനമേഖലയെ ഒക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാരണം പ്രകൃതി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന സ്ഥലമല്ല, അത് അവരുടെ സ്ഥലമാണ്, അവരുടെ സ്വന്തം സ്ഥലമാണ്, അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ നമുക്കെപ്പോഴും നമ്മുടെ നേറ്റീവ് പ്ലേസിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, അല്ലേ. അതുപോലെ അവരുടെ സ്ഥലമാണ് വനം. അപ്പോൾ വനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യരെല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇവരുടെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ജീവിത രീതികൾ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഇനിക്വാലിറ്റീസ്, അല്ലേ. അപ്പോൾ വനമേഖലയിൽ താമസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ആർക്കും എന്തും അങ്ങനെ ഒരു ചൂഷണം ചെയ്യാനൊന്നുമില്ല. അവരും എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് കാലം മുതലേ ഇൻഇക്വാലിറ്റി, അനീതികൾക്കൊക്കെ എതിരെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. സാന്താൾ കലാപം എന്തായിരുന്നു? ലാൻഡ് ലോഡ്സിനും ബ്രിട്ടീഷിനും എതിരെ നടത്തിയതായിരുന്നു. എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന ഇന്നത്തെ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ വരുന്ന ഭാഗത്തായിരുന്നു. സാന്താൾ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. സിദ്ധു കനു ബ്രദേഴ്സ്, 2 സഹോദരങ്ങളാണ്. സിദ്ധു കനു ബ്രദേഴ്സ് എന്ന് നമ്മളവർ പറയുന്നത് കാണുന്നു, സിദ്ധുവും കനു. ഇവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷിനെ എതിർത്തു. പക്ഷേ ഈ കലാപങ്ങളൊക്കെ അന്ന് ശക്തരായ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. പക്ഷെ എങ്കിലും ബ്രിട്ടീഷുകാരൊന്ന് വിരട്ടാൻ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിക്കാനെങ്കിലും ഇവരെ കൊണ്ട് സാധിച്ചു. അത് അവരുടെ മനക്കരുത്തിൻ്റെ സിമ്പലാണ്. മുണ്ടാൽ കലാപം അല്ലെങ്കിൽ നമ്മൾ ഉൽഗുലൻ മൂവ്മെന്റ് എന്ന് പറയും. ഇപ്പോഴത്തെ പുതിയ 8ാം ക്ലാസ്സുകാർക്കൊക്കെ ഇത് വിശദമായിട്ട് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. അതിവിടെ എന്ത് ലാൻഡ് ലോഡുകളുടെയും മറ്റു ബ്രിട്ടീഷുകാരുടെയും ഈ പറഞ്ഞ ഒപ്രഷനെതിരെയാണ് നടന്നത്. ബിർസ മുണ്ട എന്ന് പറയുന്ന ആളാണ്. ഞാൻ തൊട്ട് മുന്നേ നമ്മൾ ഏതോ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ട് നവംബർ 15-ാം തീയതി ഈ പറയുന്ന ബിർസ മുണ്ടയുടെ പിറന്നാളാണ്. ഞാൻ അന്ന് പറഞ്ഞു തന്നു, എനിക്ക് ഓർമ്മ വരുന്നു. ഇന്നത്തെ ഇൻക്ലൂഡിങ് ജാർഖണ്ഡിൻ്റെ റീജിയനിലാണ് ഇത് വരുന്നത്. സെയിം വിഷയം. കുറിച്ചിയർ കലാപം 1812 എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ വയനാടാണ്. രാമൻ നമ്പിയാണ് പ്രധാനപ്പെട്ട നേതാവെന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്? ബ്രിട്ടീഷുകാരുടെ റീജിയൻ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായ പ്രശ്നത്തിനെതിരെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇൻഇക്വാലിറ്റിക്കെതിരെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ദ ട്രൈബൽ സൊസൈറ്റീസ് ഇൻ ദ ഇന്ത്യ ഓർഗനൈസ്ഡ് ന്യൂമറസ് സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റി ആൻഡ് ഒപ്രഷൻ ആൻഡ് ഫോട്ട് ഫോർ ദ ജസ്റ്റിസ്, അല്ലേ. The cultural environment, wisdom and resistance of the tribal community against inequality significantly contributed to enriching the Indian social system. അപ്പോൾ ഇന്ത്യയുടെ സമൂഹത്തിനെ എൻറിച്ച് ചെയ്യുന്നതിൽ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഇവരെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ നാച്ചുറൽ വെൽത്തിൻ്റെയും കൾച്ചറൽ ഹെറിറ്റേജിൻ്റെയും കസ്റ്റോഡിയൻസ് ആണ് ആര്? ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ 5 പോയിന്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലാസ്റ്റ് വരുന്നതാണ് റൂറൽ അർബൻ സൊസൈറ്റീസ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ എന്തൊക്കെയാണ്? ട്രഡീഷണൽ നോളജ്, അല്ലെ. അവരെന്താണ്? വാല്യൂബിൾ ആയിട്ടുള്ള നോളജുകൾ കൃഷിയിലും മറ്റു കാര്യങ്ങളിലും അപ്ഹോൾഡ് ചെയ്യുന്നു. അവരുടെ ആർട്ട് ആൻഡ് കൾച്ചർ യുണീക്കാണ്. അവരുടെ സസ്റ്റൈനബിൾ ജീവിത രീതികൾ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അതിൽ നിന്ന് നമ്മൾ അറിവ് ഉൾക്കൊള്ളേണ്ടത് ആകുന്നു. നെക്സ്റ്റ് വരുന്നതാണ് അവരുടെ റെസിസ്റ്റൻസ്. കലാപങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. സാന്താൾ കലാപം, മുണ്ടാൽ കലാപം, കുറിച്ചിയർ കലാപം. അടുത്ത റൂറൽ അർബൻ സൊസൈറ്റീസ് ഇവിടെ വന്നു എന്നേ ഉള്ളൂ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് റൂറൽ അർബൻ സൊസൈറ്റീസ്? 2 കഥകളുണ്ട്. ആരവ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ ജീവിക്കുന്ന ഒരു കൃഷിക്കാര കുടുംബത്തിൽപ്പെടുന്ന ആളാണ്. എന്നാൽ മായ എന്ന് പറയുന്ന സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ കഥ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രാമത്തിലെ ജീവിതം എന്താണെന്നും സിറ്റിയിലെ ജീവിതം എന്താണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്രാമവും സിറ്റി, ട്രൈബൽസിനെ പറ്റി പറഞ്ഞു. പിന്നെ ഉള്ളത് റൂറലും അർബണും ആണല്ലോ. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം, അർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നഗരം. ഇവിടെ രണ്ടിടത്തും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ. റൂറൽ സൊസൈറ്റിയിൽ കൃഷിയാണെങ്കിൽ അർബൻ സൊസൈറ്റിയിൽ എന്താണ്? ഇൻഡസ്ട്രികളാണുള്ളത്. ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരുടെ കോ എക്സിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ എന്താണ്? ഇൻഡിവിജ്വലി ജീവിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ട്രഡീഷണൽ നോളജുകളാണെങ്കിൽ അവിടെ ടെക്നോളജിയാണ്. എന്നിങ്ങനെ എന്തൊക്കെ നമുക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ നോക്കാം, നമ്മുടെ വില്ലേജ് സൊസൈറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദ വില്ലേജ് സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്, അല്ലെ. ഇവിടെ എന്താണ്? കൃഷിയും ചെറുകിട വ്യവസായങ്ങളുമാണ് ഉള്ളത്. ഇവിടെ ആൾക്കാർക്കിടയിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്.
ജീവിത രീതി എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ കൃഷിയുടെ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ വില്ലേജുകളാണ്. മഹാത്മാഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗ്രാമങ്ങൾ വികസിച്ചാലേ ഒരു രാജ്യം എന്ത് ചെയ്യത്തുള്ളൂ, വികസിക്കുകയുള്ളൂ. ഗ്രാമസ്വരാജ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഗ്രാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ സിറ്റി ഇമ്പോർട്ടൻ്റ് അല്ലേ? സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ പറയുന്ന വ്യവസായശാലകൾ, പലതരം മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് എവിടെയാണ്? അർബൻ സ്ഥലങ്ങളിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ ഡൈവേഴ്സ് പോപ്പുലേഷൻ ആൻഡ് എ ഫാസ്റ്റ് പേസ്ഡ് ലൈഫ്. അപ്പോൾ ഇവിടെ എന്താണ്? ട്രഡീഷണൽ നോളജും ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലും ഒന്നുമല്ല, വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർക്കിടയിലുള്ള ഐക്യം കുറച്ച് കുറവായിരിക്കും, എന്നാൽ വേഗതയേറിയൊരു ജീവിതമായിരിക്കും വില്ലേജുമായിട്ട് നോക്കുമ്പോൾ. എങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നഗരത്തിൽ പോകുന്നു, നഗരത്തിൽ ഇവർ കണ്ടെത്തുന്ന ടെക്നോളജിയുടെ ഗുണങ്ങൾ ഗ്രാമത്തിലുള്ളവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ മഴ, അതുപോലെ കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ആപ്പുണ്ട്, മൊബൈലുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് ഗ്രാമത്തിലിരുന്ന് ആരും ഉണ്ടാക്കിയതല്ലല്ലോ, അത് സിറ്റിയിലിരുന്ന് ഉണ്ടാക്കിയതാണ്. എന്നാൽ സിറ്റിക്കാരിരുന്ന് കഴിക്കുന്ന ഈ ഭക്ഷണം ഗ്രാമത്തിലിരുന്ന് ഉണ്ടാക്കിയതാണ്. സോ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. അതായത് ഈ സിറ്റി ഡിപ്പെൻഡ് ഓൺ ദ വില്ലേജ്. എന്തിനു വേണ്ടിയിട്ടാണ്? റോ മെറ്റീരിയൽസ്, ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നോക്കിയേ, ഒരു സെക്കൻഡ് നോക്കാം. അടുത്ത് ഫോർ ഫുഡ്, വില്ലേജ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ സിറ്റീസ് ഫോർ ടെക്നോളജി ആൻഡ് മാർക്കറ്റ്. ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൾച്ചറൽ എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് അല്ലെ. ഇന്ന് സിറ്റികളും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രാമത്തിലുള്ളവരും സിറ്റിയുമായി കോൺടാക്റ്റ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഈ പറയുന്ന സിറ്റി ഗ്രാമം എന്നൊന്നും ഇല്ല, എല്ലാത്തിനും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. റൂറൽ അർബൻ മൈഗ്രേഷൻ കണക്ട് ബോത്ത് ദ സൊസൈറ്റീസ് അല്ലെ, രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്നു. വില്ലേജിനെ വെച്ച് നോക്കുമ്പോൾ അർബൻ സൊസൈറ്റികൾ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നു, കൂടുതൽ ടെക്നോളജി കൊടുക്കുന്നു. അവിടെ രണ്ടിൻ്റെയും പല കൾച്ചറിലുള്ളവരുടെയും മിക്സ് ഉണ്ട്. സോ രണ്ടുപേരും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ പോകുന്നതാണ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നല്ലതിന് കാരണമായിട്ട് മാറുന്നത്. ഇത്രയുള്ള റൂറൽ അർബൻ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത കാര്യമൊന്നുമല്ല അല്ലേ. ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ പലപ്പോഴും വില്ലേജുകളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? അല്ലെങ്കിൽ പണ്ട് സെൽഫ് റൂൾഡ് വില്ലേജുകളുള്ള സ്ഥലമായിരുന്നു. അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് പോലെ പണ്ട് ഗ്രാമങ്ങൾക്ക് അവരുടേതായ ഓട്ടോണമി ഉണ്ടായിരുന്നു. ഇനി അർബൻ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ട്. എത്രയേ പറയാനുള്ളൂ, ഇതിനകത്ത് കൂടുതൽ വലിച്ചു നീട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലിസത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഫ്രം ഡൈവേഴ്സിറ്റി ടു പ്ലൂറലിസം. നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്നും ആ ഓരോ പാർട്സുകളെയും പറ്റിയിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് ഈ പറയുന്ന പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ മതം, ജാതി, ഇതിൻ്റെയൊക്കെ പേരിൽ ഭാഷ, ഇതിൻ്റെയൊക്കെ പേരിൽ ട്രൈബ്സ്, അർബൻ, റൂറൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൊസൈറ്റിയിൽ വ്യത്യസ്തത അഥവാ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൊസൈറ്റിയിൽ ഒന്നിലധികം ഈ പറയുന്ന വ്യത്യസ്തതകൾ ഉണ്ട് എന്നും ആ വ്യത്യസ്തതകളെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്ലൂറലിസം എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്നല്ല, ഉണ്ട്, അവരെല്ലാവരും എന്ത് ചെയ്ത് പോവുകയാണ്? ഒരുമിച്ച് പോവുകയാണ്. ഇതാ ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന ഓർക്കസ്ട്രയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സംഗീത ഉപകരണങ്ങളുണ്ട്. എന്നാൽ അതിൽ എന്തെങ്കിലും ഒന്ന് നമുക്കൊരു അരോചകമായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. അതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. ഒരു പാട്ടിനോടൊപ്പം ഇതെല്ലാം കേൾക്കും, നമുക്ക് എല്ലാം വ്യത്യസ്തമായിട്ട് കേൾക്കാനും പറ്റും. അത് ഓരോന്നിൻ്റെയും ആ പറയുന്ന രസം നമുക്ക് അറിയാനും സാധിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു സൊസൈറ്റി. സൊസൈറ്റിയിൽ വ്യത്യസ്തതകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല റീജിയനിൽപ്പെട്ടവരുണ്ട്, പല ഭാഷ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മറ്റുള്ള ഒരാൾക്ക് അവൻ്റെ മതവും അവൻ്റെ ജാതിയും അല്ലെങ്കിൽ അവൻ്റെ എന്താണോ ഈ പറയുന്ന വ്യത്യസ്തത അത് അവൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു അവസരം കൊടുക്കുന്നതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പ്ലൂറലിസം എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ജീവജാലങ്ങളുടെ വ്യത്യസ്തത. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയോടൊപ്പം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണ് പ്ലൂറലിസം? ഇറ്റ് ഇൻവോൾവ് എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, റിലീജിയൻ, റേസ് ലീവ് ടുഗദർ ഇൻ എ സൊസൈറ്റി ബൈ ഫോളോയിങ് ദെയർ ഓൺ ട്രഡീഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്വന്തം, നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉദാഹരണം എടുത്താൽ മതി. കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഉദാഹരണം എടുത്താൽ മതി.
ഇതിൽ ഏറ്റവും തമ്മിത്തല്ലുണ്ടാക്കുന്ന സാധനം മതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാവരും പോകുന്നത് അല്ലേ. ഇവിടെ ഓണം ആഘോഷിക്കുന്ന മറ്റു മതക്കാരുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ മതക്കാരും ഉണ്ട്, ബക്രീദിനും പെരുന്നാളിനും നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകാറുമുണ്ട്. അവിടെ ആരും എന്ത് ചെയ്യാറില്ല, മതം നോക്കാറില്ല. നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മതം, നമ്മൾ അമ്പലത്തിൽ പോകുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ മോസ്കിൽ പോകുന്നു. മറ്റൊരുത്തം പോകുന്നതിന് നമ്മൾ തടയുന്നുമില്ല. മറ്റൊരുത്തനും പോകുന്നു, അത് കണ്ട് നമുക്ക് സന്തോഷം അല്ലേ. മണ്ഡലകാലമാകുമ്പോൾ ശബരിമലയിൽ അയ്യപ്പന്മാർ പോകും. ഈ അയ്യപ്പന്മാർ പോകുമ്പോഴത്തേക്കും ഹിന്ദുക്കളായിട്ടുള്ളവർ മാത്രമാണോ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത്? അല്ലല്ലോ, എല്ലാ മതക്കാരും ചെയ്തു കൊടുക്കുന്നില്ലേ. അതുപോലെ ഓരോ മതത്തിൻ്റെയും ഓരോ ആചാരങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഓരോ ആചാരവും നല്ല വ്യത്യസ്തതകൾ, അത് മതം തന്നെ ആകണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മതം ആയതുകൊണ്ട് പറയുന്ന. അപ്പോൾ ഈ വ്യത്യസ്തതകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അംഗീകരിച്ച് ഒരുമിച്ച് പോകുന്നു. ഇതാണ് പ്ലൂറലിസം. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഇതൊരു സിറ്റുവേഷൻ, ഒരു അവസ്ഥയാണ്. അവിടെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സിലോ മതത്തിലോ റേസിലോ പെടുന്ന ആൾക്കാർ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫോസ്റ്ററിങ് മ്യൂച്വൽ റെസ്പെക്റ്റ്, ലവ്, ഫ്രണ്ട്ഷിപ്പ് അല്ലേ. എന്താണ്? പരസ്പര ബഹുമാനം, സ്നേഹം, എന്താണ് സാഹോദര്യം, ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊണ്ടു നടക്കുന്നു, വ്യത്യസ്തതകൾ നോക്കാതെ. സോ പ്ലൂറലിസം എൻഷുവേഴ്സ് ഡൈവേഴ്സിറ്റി, does not lead to division. Instead, it contribute to unity and coexistence അല്ലേ. അവിടെ വ്യത്യസ്തത ഉണ്ടെങ്കിലും അവിടെ എന്താണ്, ഐക്യമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇഫ് ഡൈവേഴ്സിറ്റി നാച്ചുറലി എക്സിസ്റ്റ്, അതായത് വ്യത്യസ്തത എന്ന് പറയുന്നത് പ്രകൃതി തത്വമായി ഉണ്ടാകുന്നത് തന്നെയാണ്. എന്നാൽ പ്ലൂറലിസം ഇൻറ്റൻഷനലി നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ മതങ്ങൾ പറയുന്ന കാര്യം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ. പരസ്പരം വെറുക്കാനും തമ്മിത്തല്ലാനും പഠിപ്പിക്കാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, കാരണം നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ്, നമ്മളുടെ കൂടെ ഉള്ളവർ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളോ ഒരു കാര്യമോ നമുക്ക് നടക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ ഒരു ദേഷ്യമോ വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടായേക്കാം. ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ചിന്തിക്കും, അത് ചെയ്യുന്നത് ശരിയല്ല, അത് അവൻ്റെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അവൻ്റെ ആചാരമാണ്, അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൽ ചെയ്യുന്ന രീതിയാണ്, നമ്മളതിനെ തടയാൻ പോകണ്ട, നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ. അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് എല്ലാ ആൾക്കാർക്കും സന്തോഷത്തോടെ ജീവിച്ചു പോകണം. അത് നിയമപരമായി തരുന്നുണ്ട്, നിയമപരമായി അല്ലാതെ നമ്മളും സ്വയം ചിന്തിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇൻവോൾവ് എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, റിലീജിയൻ ആൻഡ് റേസസ് ലീവ് ടുഗദർ ഇൻ എ സൊസൈറ്റി by following their own traditions. ഈ പറഞ്ഞ പ്ലൂറലിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ എന്താണ്, ഇവിടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്റ്റ്, ലവ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി. ഈ വ്യത്യസ്തത മാറ്റി നിർത്തിയിട്ട് അല്ലേ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി നിങ്ങളെ കൂടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഒറ്റപ്പെടുത്തൂ, കൂടെ നിർത്തൂ? കൂടെ നിർത്തും. ഇവിടെ തമിഴ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്റർ തല്ലിപ്പൊളിക്കുമോ? അത് നമ്മൾ പോയി കാണുമോ? നമ്മൾ പോയി കാണും. എന്തുകൊണ്ടാണ്? ഇവിടെ ഹിന്ദി സിനിമ റിലീസാവുന്നു, നമ്മൾ പോയി കാണുന്നില്ലേ? അല്ല, ഹിന്ദി ഭാഷ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പം അത് ശരിയല്ല. നമ്മളുടെ മതവും നമ്മുടെ ഭാഷയും ഒക്കെ വലുതാണ്, ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ്റെ ഭാഷ മോശമാണെന്ന് പറയേണ്ട ആവശ്യവും നമുക്കില്ല. സോ ഇറ്റ് എൻഷുവേഴ്സ് ഡൈവേഴ്സിറ്റി. വ്യത്യസ്തത അതേ രീതിയിൽ തന്നെ നിലനിൽക്കാൻ അത് സഹായിക്കുന്നു. അതെന്തിൽ കാരണമാക്കുന്നില്ല? ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള വിവേചനത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മാറുന്നില്ല. ഉപദേശം അല്ലെ, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി പ്രകൃതിയിലുണ്ട്, പക്ഷേ പ്ലൂറാലിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ പറയുന്ന പ്ലൂറാലിറ്റി അല്ലെങ്കിൽ പ്ലൂറലിസം നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കി, ഡൈവേഴ്സിറ്റി ഇൻ എ സൊസൈറ്റി മീൻസ് പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് വിത്തിൻ ദ സൊസൈറ്റി. ഇറ്റ് ഇൻക്ലൂഡ് കൾച്ചറൽ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റേഷ്യൽ ആൻഡ് സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ്. ദീസ് ഡൈവേഴ്സിറ്റീസ് may or may not have mutual relations or mutual respect. എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റിയുടെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. പ്ലൂറലിസത്തിൻ്റെ ഡെഫിനിഷനാണ് ഈ മോളിൽ കിടക്കുന്നത്, ഡൈവേഴ്സിറ്റിയുടെ ആണ് ഈ താഴെ പറയുന്നത്. എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും ഇവിടെ ടെസ്റ്റ് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല, ഇത് രണ്ട് വാക്ക് തന്നെയാണ്. ഡൈവേഴ്സിറ്റിയിൽ വ്യത്യസ്തതയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ പ്ലൂറാലിറ്റിയിൽ വ്യത്യസ്തത ഉള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്രയോ സിമ്പിളായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളൂ. അങ്ങനെയുള്ള ഈ പറയുന്ന പ്ലൂറാലിറ്റിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെ ചലഞ്ചസ് ആണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണൽ വയലൻസ് ആൻഡ് റിയോട്ട്സ്.
എന്തൊക്കെ പറഞ്ഞാലും ചില സമയത്ത് മതത്തിൻ്റെ പേരിൽ നാട്ടുകാർ ജനങ്ങൾ തമ്മിൽ തല്ലാറുണ്ട് അല്ലേ. റൈസ് ഓഫ് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ്. ചില വിഭാഗക്കാർ മാത്രം രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ ചലിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുന്നു. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ കാര്യമെന്ന്. പൊളിറ്റിക്കൽ പോളറൈസേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ലേ. വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ എന്തെങ്കിലും ജാതി മതത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രാഷ്ട്രീയപരമായി ജനങ്ങളെ വിഘടിപ്പിക്കുക, പോളറൈസ് ചെയ്യുക, അകറ്റുക. വീക്കനിങ് ദ സെക്യുലാരിസം ത്രൂ അൺഈക്വൽ ലോസ് അല്ലേ. ചില മതക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത നിയമങ്ങൾ ഇറക്കുമ്പോൾ മറ്റു മതത്തിലുള്ളവന് ദേഷ്യം തോന്നുന്നത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറ്റമല്ലെന്ന് പറയേണ്ടി വരും. ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് റിലീജിയസ് മൈനോറിറ്റീസ് അല്ലേ. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. ഫെയിലിയർ ടു പ്രൊട്ടക്ട് ആൻസിസ്ട്രൽ ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മുടെ ആൻസിസ്ട്രൽ ലാൻഡ് എന്ന് വെച്ചാൽ എന്താ? പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലം അല്ലേ. ചിലപ്പോൾ വികസനത്തിൻ്റെ പേരിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വിട്ടിറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലൈവ്ലിഹുഡ്, തൊഴിൽ മാർഗ്ഗങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വൈവിധ്യത എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും അല്ലേ? പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവർ പ്രൊട്ടസ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പ്ലൂറലിസം നേരിടുന്ന ചലഞ്ചസാണ്. അപ്പോൾ ഈ ചലഞ്ചസിനെ ഒഴിവാക്കാനുള്ള മാർഗമാണ് എന്ത്? നാഷണൽ ഇൻ്റഗ്രേഷൻ. എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കും. ഇങ്ങനൊരു സിമ്പിളൊക്കെ ഇട്ടിട്ട് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ എടുത്തിട്ട് +1 +2 പോവുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും. ഇത് അന്ന് നിങ്ങളിതിനെ വെറുക്കും. എന്നാലും നമ്മൾ ഈ പറയുന്ന d/dx എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, സംഭവങ്ങളുണ്ട്, രസമാണ്, അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്ന ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്? ചെറിയ ചെറിയ യൂണിറ്റുകളെ നമ്മൾ ഒരുമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇൻ്റഗ്രേഷൻ. ഡിഫറൻസിയേഷൻ ഇങ്ങനെ d/dx എന്നൊക്കെ എഴുതി നിങ്ങൾ ചേട്ടന്മാരൊക്കെ എഴുതി പോകുന്ന കണ്ടിട്ടില്ലേ? d/dx ഓഫ് sin x = എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് എന്താണ്? വലിയ ഒന്നിനെ വിഘടിപ്പിക്കുകയാണ് ഡെറിവേഷൻ അല്ല ഈ പറയുന്ന ഡിഫറൻസിയേഷനിൽ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെ അല്ലേ ദേശീയോദ്ഗ്രഥനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾ സിമ്പിൾ ഭാഗമാണ്, കേട്ടിരിക്കേണ്ടതേ ഉള്ളൂ. എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അത് റീജിയൻ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഈ പറയുന്ന വൈവിധ്യതകളൊക്കെ മാറ്റി നിർത്തി നമ്മളെ ഒരൊറ്റ രാജ്യമെന്ന് പറയുന്ന ആ ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് തെറ്റായിപ്പോ അല്ലേ. ഒറ്റ രാജ്യം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റി പിടിച്ചു നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഓക്കെ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചെത്തിക്കും അല്ലേ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും മതത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ നടന്മാരുടെ പേരും പറഞ്ഞാൽ നമ്മൾ വ്യത്യാസത്തിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ രാജ്യം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കും? നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും അല്ലേ. ആ പറയുന്ന യൂണിറ്റി, നമ്മളതിന് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? ഡൈവേഴ്സിറ്റി അഥവാ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്? ഇന്ത്യക്കാരെന്ന രീതിയിൽ യുണൈറ്റഡ് ആണ്. സോ യൂണിഫൈസ് ദ ഇന്ത്യൻ സൊസൈറ്റി ഇൻ ടു എ നേഷൻ ഐഡൻറ്റിഫൈഡ് ബൈ റെസ്പെക്ടിങ് ഇന്ത്യസ് കൾച്ചർ, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റീസ്. ഇറ്റ് എംഫസൈസസ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി, പബ്ലിക് ഐഡൻറ്റിറ്റി വൈൽ റെസ്പെക്ടിങ് ദർ ഡൈവേഴ്സിറ്റി അല്ലേ. ഇപ്പോൾ കോമൺ ആയ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും എന്നാൽ അതിലെ വ്യത്യസ്തതകൾക്ക് ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത്? നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ്? അതൊരു പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന, അത് മതം, ഭാഷ അല്ലേ, സ്ഥലം, മതം, ഭാഷ, കൾച്ചർ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വ്യത്യസ്തതകളെ ബഹുമാനിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നു? യൂണിഫൈയിങ് ആൻഡ് ഹാർമോണിയസ് സ്റ്റേറ്റ് അല്ലേ. അതുപോലെ നമ്മൾ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ രാജ്യമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ വ്യക്തികളുടെയും ഐഡൻറ്റിറ്റിക്ക് ബഹുമാനം കൊടുക്കുന്നു, സോളിഡാരിറ്റി ആ യൂണിറ്റിക്ക് ബഹുമാനം കൊടുക്കുന്നു, പബ്ലിക് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ വ്യത്യസ്തതകൾക്കും നമ്മൾ ഗുണം അല്ലെങ്കിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സ്ഥാനം കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ സൊസൈറ്റികളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി ഈ പറയുന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഇനി പഠിക്കാനുള്ള പ്രധാന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫീച്ചേഴ്സാണ്. ഈ പറയുന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നർച്ചേഴ്സ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. യൂണിറ്റിയും അതിലുള്ള വ്യത്യസ്തതയും നമ്മൾ എന്ത് ചെയ്യുക? വളർത്തിക്കൊണ്ടുവരിക. സോഷ്യൽ യൂണിറ്റി കൊണ്ടുവരിക. നാഷണൽ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇന്ത്യക്കാരെന്ന് പറയുന്ന ആ ഒരു വികാരം എൻകറേജ് ചെയ്യുക. സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഡെമോക്രാറ്റിക് ഗവേണൻസിനെ ഹെൽപ്പ് ടു ഓവർകം ദ ചലഞ്ചസ് ഓഫ് പ്ലൂറലിസം. നേരത്തെ പറഞ്ഞ
മതത്തിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന ആ പറയുന്ന ചലഞ്ചസിനെ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക. ഇതാണ് നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, റീജിയൻ, ലാംഗ്വേജ്, റിലീജിയൻ, കൾച്ചർ ആർ റെസ്പെക്റ്റഡ് ഫോർ ദെയർ ഡൈവേഴ്സിറ്റി ആൻഡ് ലീഡിങ് ടു എ യൂണിഫൈഡ് ആൻഡ് ഹാർമോണിയസ് സ്റ്റേറ്റ്. ഇതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അതിൻ്റെ ഫീച്ചേഴ്സിനകത്ത് വരുന്ന ഒന്നാണ് എന്താ? നമ്മുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക. സാമൂഹിക ഐക്യം എൻകറേജ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. നാഷണൽ ഐഡൻറ്റിറ്റിയെ ഡെവലപ്പ് ചെയ്യുക, അല്ലേ? നമ്മൾ ഈ വ്യത്യസ്തതകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നൊരു വികാരം നമ്മളിലേക്ക് കൊണ്ടുവരിക. സമൂഹത്തിന് ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുക. ഡെമോക്രാറ്റിക് ഗവേണൻസിന് സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ ഡെമോക്രസിക്ക് തെറ്റുണ്ടാക്കുക, അതായത് ജനങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അവരെ ഭരിക്കാൻ കഴിവുള്ള ഒരാളെന്നൊരാളെ കണ്ടെത്തി അവർക്ക് വോട്ട് ചെയ്യുക, അല്ലാതെ മതവും ജാതിയുടെയും പേരിൽ വോട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇതോട് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ടു ഓവർകം ദ ചലഞ്ചസ് ടു പ്ലൂറലിസം. പ്ലൂറലിസത്തിന് നേരിട്ട ചലഞ്ചസ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാഷണൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാര്യങ്ങൾ പിടികിട്ടുമല്ലോ.